സ്ട്രെയിറ്റ് ലൈനിലേക്ക് വീണ്ടും സ്വാഗതം. ഏതെങ്കിലും ഒരാൾ പിക്കപ്പ് ചെയ്തു എന്നുള്ള തരത്തിൽ പറയുന്നത് ശരിയാണ്. അമ്മയുടെ ആഗ്രഹം ഒരു സ്ഥിര വരുമാനമുള്ള എന്തെങ്കിലും ഒരു ജോലി ചെയ്യണം. എന്നെ നിർബന്ധിച്ചൊരു ടെസ്റ്റ് എഴുതാൻ വേണ്ടി അയക്കുകയും ചെയ്തു. അതിൽ ഞാൻ ബോധപൂർവ്വം ഒരു വഞ്ചന ചെയ്തത് അതിലാണ്. ഞാൻ ഉൾപ്പെടുന്ന തലമുറയെ രൂപപ്പെടുത്തുന്നതിൽ വളരെ ഒരു രക്ഷാകർതൃ സഹജമായ നേതൃത്വ പാഠവും കാട്ടിയത് എൻ ശ്രീധരനാണ്. 19 വയസ്സിൽ സംസ്ഥാന പ്രസിഡൻ്റായാണ്. നിങ്ങൾ രണ്ടുപേരും, കൊടിയേരിയും ബേബിയും, നിങ്ങൾ സഹകരിച്ച് നന്നായിട്ട് ഒരു ടീമായിട്ട് പ്രവർത്തിക്കണം. സംഘടനാ കാര്യങ്ങളിൽ കൊടിയേരിക്ക് നല്ല ഒരു പശ്ചാത്തലവും അല്ല. ഈ EMSനെ കുറിച്ച് ഒരുപാട് സാഹിത്യവും ചമൽക്കാരവും ഒക്കെ ചേർത്തുള്ള വിശേഷണങ്ങളൊന്നും പറയണം. ഇത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്നത് ഒരു ഗവൺമെൻറ് സർവീസല്ല. ഈ എന്ന് ജോയിൻ ചെയ്തു എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ സീനിയോറിറ്റി തീരുമാനിച്ച് എടുക്കുന്നതല്ല. പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയുടെ ഉത്തരവാദിത്വത്തിലും സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയുടെ ഉത്തരവാദിത്വത്തിലുമെല്ലാം എന്നേക്കാളും എത്രയോ കൂടുതൽ കഴിവും അർഹതയുമുള്ള ആളുകളാണ് വന്നത്. ഈ കലയും സാഹിത്യവും സംഗീതവും ഒക്കെ MA ബേബിയുടെ വെറും ജാടയാണെന്ന് പറഞ്ഞ് പരിഹസിക്കുന്ന ഒരു വിഭാഗം ആൾക്കാരുണ്ട്. അത് അസൂയയിൽ നിന്നാണ്. ചിലപ്പോൾ ആയിരിക്കും. സീതാറാം വന്നതിന് ശേഷം 2-3-4 ദിവസം എൻ്റെ കൂടെ താമസിച്ചിട്ടാണ് പോകുന്നത്. ഈ അഷ്ടമുടി കായലിൽ ഈ അധികം ആഴമില്ലാത്ത സ്ഥലത്ത് പോയാൽ രാത്രി പെട്രോമാക്സുമായിട്ട് പോയിട്ട് കമ്പി കൊണ്ട് കരിമീനെയും ഞണ്ടിനെയും കുത്തിപ്പിടിക്കാം. ഞങ്ങൾ രണ്ടുപേരും സീതാറാം അത് ഓർക്കാറുണ്ട്. കഴിഞ്ഞ തവണ 19-1 കേരളത്തിലെ ലോക്സഭ കക്ഷി നില. ഇത്തവണ എന്താണ് പ്രതീക്ഷ? 2004 തെരഞ്ഞെടുപ്പ് ഫലത്തിന് സമാനമായ ഫലമായി. രാഷ്ട്രീയ പ്രവർത്തകൻ അല്ല എന്ന് വന്നാൽ പിന്നെ ഞാൻ തിരഞ്ഞെടുക്കുമായിരുന്നത് അധ്യാപക വൃത്തിയാണ്. കോൺഗ്രസ് വളരെ ദുർബലമായെന്ന് ഞാൻ പറയാൻ പാടില്ല. കോവിഡ് കാലഘട്ടത്തിൽ വളരെ വലിയൊരു ആരോഗ്യ പ്രതിസന്ധി നേരിടുകയും ഏറെക്കുറെ വളരെ ഒരു ഫേറ്റൽ സ്റ്റേജിലേക്ക് പോകുന്ന ഒരു ഘട്ടം ഉണ്ടായി. ഏതാണ്ട് മരണത്തെ മുഖാമുഖം കണ്ടു എന്ന് തന്നെ പറയാം. ദേശീയ രാഷ്ട്രീയത്തിലും സംസ്ഥാന രാഷ്ട്രീയത്തിലും ഒരുപോലെ ശ്രദ്ധേയനായ സമുന്നത കമ്മ്യൂണിസ്റ്റ് നേതാവും CPM പൊളിറ്റ് ബ്യൂറോ അംഗവുമായ ശ്രീ MA ബേബി എന്ന മരിയൻ അലക്സാണ്ടർ ബേബിയാണ് നമ്മുടെ ഇന്നത്തെ അതിഥി. നമസ്കാരം ശ്രീ MA ബേബി. ഇപ്പോൾ പിറന്നാൾ ആഘോഷിക്കാറുണ്ടെങ്കിലും ഇല്ലെങ്കിലും താങ്കൾക്ക് ഏപ്രിൽ 5-ന് 70 വയസ്സ് തികയാണ്. ജീവിതം എങ്ങനെ പോകുന്നു? ജീവിതം എന്ന് പറയുന്നത് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം നമ്മൾ തീരുമാനിച്ച് നമുക്ക് ലഭിച്ചതല്ല. നമ്മുടെ അച്ഛനമ്മമാരുടെ സ്നേഹത്തിൻ്റെ ഫലമാണ് നമ്മുടെ എല്ലാം ജന്മം. അതിനിടയിൽ പൊതുപ്രവർത്തകനായി മാറാൻ സാഹചര്യമുണ്ടായി. അങ്ങനെ പത്രപ്രവർത്തനം എന്ന് പറയുന്നത് ഒരു പൊതുപ്രവർത്തനം തന്നെയാണ്. നമ്മൾ രണ്ടുപേരും രണ്ടർത്ഥത്തിൽ പൊതുപ്രവർത്തകർ തന്നെയാണ്. അപ്പോൾ മറ്റൊരുപാട് പേരുമായി ചേർന്ന ഒരു ജീവിതമായിട്ട് മാറുകയാണ്. അതിൻ്റെ ഒരു കണക്കെടുപ്പ് നടത്തേണ്ട സമയമായി എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. നമ്മളൊരു കണക്കെടുപ്പ് നടത്തേണ്ടതുമില്ല. നമ്മുടെ ജീവിതം നമ്മുടെ സ്വകാര്യ സ്വാർത്ഥ താല്പര്യങ്ങൾ മാത്രം മുൻനിർത്തി അല്ലാതാവുക, മറ്റുള്ളവരുമായി പങ്കിടേണ്ടതാണ് നമ്മുടെ ജീവിതം എന്നൊരു ചിന്ത. അതാണ് പൊതുപ്രവർത്തനത്തിൻ്റെ ഒരു അടിസ്ഥാന കാഴ്ചപ്പാട്. ആ അർത്ഥത്തിൽ വിദ്യാർത്ഥി ജീവിതകാലം മുതൽ പൊതുപ്രവർത്തകനായിരുന്നു. അതിൽ നിരാശ തോന്നേണ്ട കാര്യങ്ങളൊന്നുമില്ല. ഇല്ല. എന്നാൽ പൂർണ്ണമായി സംതൃപ്തി അടയാവുന്ന തരത്തിലുള്ള എന്തെങ്കിലും സംഭാവനകളോ ഇടപെടലുകളോ നടത്താൻ കഴിഞ്ഞു എന്നുള്ള തെറ്റിദ്ധാരണയുമില്ല. ജീവിതയാത്രയുടെ ഒരു ഗതി പ്രതീക്ഷിച്ച പോലാണോ ഒഴുകിയത്? വലിയൊരു പരിധി വരെയാണ്. പൊതുപ്രവർത്തനം അസമത്വങ്ങളില്ലാത്ത ഒരു ലോകത്തിൻ്റെ സൃഷ്ടിക്ക് വേണ്ടി നമ്മുടെ എളിയ സംഭാവന നൽകൽ, അതിനുവേണ്ടി സാധ്യമായത്ര സമയം നീക്കിവെക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിൽ സംതൃപ്തിയുണ്ട്. പക്ഷെ അതിൻ്റെ ഫലം എത്രത്തോളം നമ്മുടെ സമൂഹത്തിലുണ്ടായി എന്നാലോചിക്കുമ്പോൾ ഭാഗികമായ നേട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ഇനിയും നേടേണ്ട വലിയ വലിയ കാര്യങ്ങൾ ബാക്കി കിടക്കുകയാണ്. പക്ഷേ ഇതൊരു മാരത്തോൺ റേസ് പോലാണ്. നമ്മുടെ തലമുറ ചെയ്യേണ്ടത് നമ്മുടെ തലമുറ ചെയ്യുക, അടുത്ത തലമുറ നമ്മളിൽ നിന്ന് അത് ഏറ്റെടുത്ത് മുന്നോട്ട് കൊണ്ടുപോകും എന്നുള്ള ശുഭപ്രതീക്ഷയുണ്ട്. രാഷ്ട്രീയത്തിലേക്കുള്ള ഒരു വഴിത്തിരിവ്, അതായത് കൊല്ലം ജില്ലയിലെ പ്രാക്കുളം എന്ന സ്ഥലത്താണ് ജനിച്ചത്. അന്നേരം ഈ പഠിച്ച് നല്ലൊരു ജോലിയിലേക്ക് പോകണ്ട, അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയത്തിലേക്കാണ് ജീവിതത്തിൻ്റെ ഒരു ലക്ഷ്യം രാഷ്ട്രീയം തന്നെയാണ്. അതിലൂടെയുള്ള ഒരു സമത്വത്തിൻ്റെ ഒരു പാതയിലേക്കാണ് കണ്ടെത്താനുള്ള ശ്രമമാണ്. ആ ഒരു തീരുമാനം ഏത് നിർണായക മുഹൂർത്തത്തിൽ എങ്ങനെ വന്നു? അതോ സ്വാഭാവികമായി ഉരുത്തിരിഞ്ഞ് വന്നതാണ്? രാജേഷ് പറഞ്ഞ പോലെ സ്വാഭാവികമായി ഉരുത്തിരിഞ്ഞ് വന്നതാണ്. അമ്മയുടെ ആഗ്രഹം
ഒരു സ്ഥിര വരുമാനമുള്ള എന്തെങ്കിലും ഒരു ജോലി ചെയ്യണം. അതുകൊണ്ട് ബാങ്ക് ടെസ്റ്റ് എഴുതാൻ പോകണം, PSC ടെസ്റ്റ് എഴുതാൻ പോകണം എന്നൊക്കെ അമ്മ പറയുമായിരുന്നു. 8 മക്കളിൽ ഏറ്റവും ഇളയാളാണ് ഞാൻ. പക്ഷേ ഞങ്ങൾ 4 പേര് ജീവിച്ചിരുന്നതായി എനിക്ക് ഓർമ്മയുള്ളൂ. ബാക്കി 4 പേര് മരിച്ചുപോയി. അമ്മയുടെ ഈ നിർബന്ധത്തിന് എനിക്ക് മൂത്തവരായിട്ടുള്ള ബാക്കി 3 ചേട്ടന്മാരും സഹകരിച്ചു എന്നുള്ളതാണ്. ബാക്കി 3 പേരും പബ്ലിക് സർവീസ് കമ്മീഷൻ ടെസ്റ്റ് എഴുതി, KSRTC ടെസ്റ്റ് എഴുതി. ഒരാൾ പിന്നെ അവരിൽ എൻ്റെ തൊട്ടുമൂത്ത ചേട്ടനെ ഇപ്പോൾ ജീവിച്ചിരിപ്പുള്ളൂ. അവരെല്ലാം റവന്യൂ സർവീസിലോ ട്രഷറിയിലോ KSRTCയിലെ മിനിസ്റ്റീരിയൽ സ്റ്റാഫായിട്ടും ഒക്കെയാണ്. എന്നെ നിർബന്ധിച്ചൊരു ടെസ്റ്റ് എഴുതാൻ വേണ്ടി അയക്കുകയും ചെയ്തു. അതിൽ ഞാൻ ബോധപൂർവ്വം ഒരു വഞ്ചന ചെയ്തത് അതിലാണ്. ആ പേപ്പർ വാങ്ങിച്ചിട്ട് അതിനകത്തൊക്കെ ഒപ്പൊക്കെ ഇട്ട് തിരിച്ചു കൊടുത്തിട്ട് ചോദ്യത്തിന് ഉത്തരവൊന്നും ഞാൻ എഴുതിയില്ല. എന്നിട്ട് അമ്മയോടത് പറയുകയും ചെയ്തു, ജയിക്കാനുള്ളതൊന്നും ഞാൻ ചെയ്തിട്ടില്ല എന്ന്. അപ്പോൾ പൊതുപ്രവർത്തനം, വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനം വളരെ സജീവമായിരുന്നു. സ്കൂളിൽ പഠിക്കുമ്പോൾ. അച്ഛൻ്റെ നിലപാട് എന്തായിരുന്നു? അച്ഛൻ്റെ നിലപാട്, അച്ഛൻ പിന്നെ പല പല സ്കൂളുകളിൽ പിന്നെ അധ്യാപകനായിട്ട് ഇങ്ങനെ പോകുമായിരുന്നു. അന്നങ്ങനെയൊക്കെയാണ് സമ്പ്രദായം. അപ്പോൾ പുനലൂരിൽ ഒരു സ്കൂളിൽ ഹെഡ് മാസ്റ്ററായിട്ട് പ്രവർത്തിച്ചിട്ടുള്ള എനിക്ക് ഓർമ്മയുണ്ട്. അന്ന് അവിടെ കൃഷ്ണപിള്ള സാർ എന്നറിയപ്പെടുന്ന കമ്മ്യൂണിസ്റ്റ് നേതാവ്, അവിഭക്ത കമ്മ്യൂണിസ്റ്റുമായിട്ട് MLA ആയിരുന്നിട്ടുള്ള ആളാണ് പുനലൂരിൽ നിന്ന് കൃഷ്ണപിള്ള സാർ. അതുപോലെ പുനലൂർ ബാലൻ സാർ. പുനലൂർ ബാലൻ സാറൊക്കെ പിന്നീടാണ്, താൻ അലക്സാണ്ടർ സാറിൻ്റെ മകനാണല്ലേ എന്ന് പറഞ്ഞിട്ട് ഞാൻ SFIയുടെ ഭാരവാഹിയായിരിക്കുമ്പോൾ പറഞ്ഞു തീർക്കുന്നു. അപ്പോൾ പുരോഗമന വീക്ഷണമുള്ളവരുമായിട്ടുള്ള ചങ്ങാത്തമായിരുന്നു. ഈ നമ്മുടെ നാട്ടിലൊക്കെ ചില യോഗങ്ങൾ, പ്രത്യേകിച്ച് ഇലക്ഷൻ യോഗമൊക്കെ നടത്തുമ്പോൾ അവിടുത്തെ ചില പുരോഗമന നിലപാടുള്ള മാഷന്മാരെ യോഗത്തിൻ്റെ അധ്യക്ഷനൊക്കെ ആയിട്ടിരുത്തുമല്ലോ. അങ്ങനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ യോഗങ്ങളുടെ അധ്യക്ഷനാകാൻ അപ്പച്ചൻ പോകാറുണ്ട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി അംഗമായിരുന്നില്ല, പക്ഷേ കടുത്ത അനുഭാവിയായിരുന്നു. അതുകൊണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ രാഷ്ട്രീയത്തിനോട് പോകുന്നതിനോട് അച്ഛന് എതിർപ്പില്ലായിരുന്നു. ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് അപ്പച്ചൻ ശാരീരികമായിട്ടൊക്കെ അവശനായിരുന്നു. വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനം, സ്റ്റുഡൻസ് ഫെഡറേഷൻ്റെ പ്രവർത്തനത്തിലേക്ക് പോകുന്നതിന് ഏറ്റവും മൂത്ത ജ്യേഷ്ഠൻ സ്റ്റുഡൻസ് ഫെഡറേഷൻ്റെ പ്രവർത്തനമായിരുന്നു. ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല MA ജോർജ്. പിന്നെ ആ പ്രദേശത്തെ പാർട്ടിയുടെ ലോക്കൽ സെക്രട്ടറി ആയിരുന്ന സഖാവ് വിക്രമനെ ഞാൻ ഓർക്കുന്നു. എന്നെ സ്കൂളിൽ പഠിക്കുമ്പോൾ തന്നെ സഖാവ് വിക്രമനാണ് KSF, കേരള സ്റ്റുഡൻസ് ഫെഡറേഷനാണ്, ചുവന്ന കൊടിയൊക്കെ ആയിട്ട്. അപ്പം ചുവരെഴുതാൻ പിന്നെ ഞാൻ സ്വയം തയ്യാറാകുന്നു. പാർട്ടി ഓഫീസിലെ ബോർഡൊക്കെ ഒരു തകര പിന്നെ ഫ്രെയിമിനകത്ത് ഞാൻ എഴുതിയത് ഓർക്കുന്നു. ലോക്കൽ കമ്മിറ്റി, കാഞ്ഞാവള്ളിയിലെ ലോക്കൽ കമ്മിറ്റി. സഖാവ് വിക്രമൻ എൻ്റെ രാഷ്ട്രീയ ജീവിതത്തിലെ ആദ്യത്തെ ഒരു പിന്നെ പരിശീലകനും പ്രോത്സാഹനും വഴികാട്ടിയൊക്കെ ആയിരുന്നു. ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ട്, ഞാൻ ഇടയ്ക്ക് പോയി കാണാറുണ്ട് സഖാവിനെ. എന്നിട്ട് പിന്നെ കോളേജ് SN കോളേജിലേക്കാണ് വരുന്നത്. ഒരുപക്ഷെ ഈ വിദ്യാർത്ഥി രാഷ്ട്രീയം തന്നെയാണ് എൻ്റെ ഒരു ലക്ഷ്യം എന്നുള്ളത് ഉറയ്ക്കുന്നത് അവിടെ വെച്ചാണ്. വളരെ ശരിയാണ്. കാരണം അന്ന് പ്രീ ഡിഗ്രി കോളേജിൻ്റെ ഭാഗമാണ്. അതെ. അപ്പോൾ അന്നത്തെ സമ്പ്രദായം SLC ജയിച്ചു കഴിഞ്ഞാൽ കോളേജ് അഡ്മിഷന് വേണ്ടി അപേക്ഷ കൊടുക്കണം കോളേജുകളിൽ. അപ്പോൾ വീട്ടിൽ നിന്ന് പറഞ്ഞു കൊല്ലത്ത് 2 കോളേജിലും അപേക്ഷ കൊടുക്കണം. TKM കോളേജുണ്ട്, പക്ഷെ അതിൽ വേണ്ട. SN കോളേജിലും ഫാത്തിമ കോളേജിലുമാണ് കൊടുക്കേണ്ടത്. പ്രശസ്തമായ കോളേജുകൾ ഇത് രണ്ടുമാണല്ലോ. അപ്പം ഞാൻ മനസ്സുകൊണ്ട് തീരുമാനിച്ചു. അപ്പോഴത്തേക്ക് വിദ്യാർത്ഥി ഫെഡറേഷൻ്റെ സജീവ പ്രവർത്തകനായല്ലോ, യൂണിറ്റ് സെക്രട്ടറി. സ്കൂള് ഇലക്ഷനിൽ നിന്ന് ഇലക്ഷൻ നിൽക്കുമ്പോൾ തോക്കുകയുള്ളൂ, പക്ഷേ തോക്കാൻ സന്നദ്ധനായിട്ട് നിൽക്കുന്നു എന്ന് പറയുന്നതിനകത്തൊരു രാഷ്ട്രീയമായ ഒരു പ്രതിബദ്ധത. അപ്പോൾ ആലോചിക്കുമ്പോൾ വളരെ സന്തോഷമുണ്ട്. തോക്കുമെന്ന് അറിഞ്ഞുകൊണ്ടാണല്ലോ ഒന്ന് മത്സരിക്കുന്നത്. അപ്പോൾ കോളേജിൽ ചേരാൻ വേണ്ടി 2 കോളേജിലും കൊടുക്കുമ്പോൾ ആദ്യം അഡ്മിഷൻ കാർഡ് വരുന്നത് ഫാത്തിമ കോളേജിൽ നിന്നാണ്. അപ്പം പറഞ്ഞാൽ ചേരണം. ഞാനല്ല SN കോളേജിൽ നിന്ന് വരുമെന്ന് നോക്കട്ടെ. SN കോളേജ് വരികയാണെങ്കിൽ SN കോളേജിലാണ് ചേരേണ്ടത്. അതിൻ്റെ കാരണം തിരുവോജ്വലമായ ഒരുപാട് സമരങ്ങളുടെ പാരമ്പര്യം കൊല്ലം SN കോളേജുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. ONV കുറുപ്പ് സാറ്, വെളിയം ഭാർഗവൻ, O മാധവൻ, V സാംബശിവൻ, അങ്ങനെയുള്ള ഉയർന്നു നിൽക്കുന്ന പേരുകൾ കൊല്ലം SN കോളേജുമായിട്ട് ബന്ധപ്പെട്ടുണ്ട്. AKG അവിടെ വന്നപ്പോൾ ONV സാറിൻ്റെ വരികൾ ദേവരാജ മാഷ് സംഗീതം നൽകി. കൊലുന്തനെയുള്ള യുവാവായ പരവൂർ ജി ദേവരായൻ എന്നാണ് അറിയപ്പെടുന്നത്. അദ്ദേഹം തന്നെ അത് ആലപിച്ചു AKG സ്വീകരിക്കാൻ വേണ്ടി. പിന്നെ ഹരീന്ദ്രനാഥ് ചതോപാധ്യായ അവിടെ കോളേജിൽ വന്ന് അങ്ങനെ ഒരുപാട് പറഞ്ഞു കേട്ടിട്ടുണ്ട്. പഠിക്കണമെന്ന് ആഗ്രഹമുണ്ട്. SN കോളേജിൽ തന്നെ പഠിക്കണമെന്ന് തീരുമാനിച്ചത് ഈ ഇടതുപക്ഷ രാഷ്ട്രീയ ബോധത്തിൻ്റെ കൂടെ ഭാഗമായി. അന്ന് പ്രീ ഡിഗ്രിക്ക് ഏത് ഗ്രൂപ്പായിരുന്നു? തേർഡ് ഗ്രൂപ്പ്. അതും ബോധപൂർവ്വം തിരഞ്ഞെടുത്തത്. രാഷ്ട്രീയ പ്രവർത്തനം, സാമൂഹ്യശാസ്ത്രം പഠിക്കണം എന്നുള്ളതാണ്. BAക്ക് ചേർന്നപ്പോൾ പൊളിറ്റിക്സും എക്കണോമിക്സും ഹിസ്റ്ററിയും ചേർന്നിട്ടുള്ളൊരു കോമ്പിനേഷനാണ്. പൊളിറ്റിക്സ് മെയിനും ഇക്കണോമിക്സും ഹിസ്റ്ററിയും സബ്സിഡിയറിയും അങ്ങനത്തെ സമ്പ്രദായമാണെന്നുള്ളത്. ഈ രാഷ്ട്രീയ പ്രവർത്തനത്തിനിടയിൽ വായനയ്ക്കും പഠനത്തിനും കൂടുതൽ സമയം ചെലവഴിക്കുമായിരുന്നു. യഥാർത്ഥത്തിൽ പിന്നെ ഡിഗ്രിക്ക് ചേർന്നതോടുകൂടി
ഏതാണ്ട് മുഴുവൻ സമയ പ്രവർത്തനമാണ്. പാർട്ടി ഓഫീസിൽ താമസിക്കുക, സ്റ്റുഡൻസ് ഹോസ്റ്റലിൽ താമസിക്കുക, വീട്ടിൽ അപൂർവമായി മാത്രം പോവുക. ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് അത് ശ്രദ്ധിക്കും, പക്ഷേ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യാൻ അപൂർവമായിട്ടേ പറ്റുള്ളൂ. കൂട്ടുകാർ തമാശയായിട്ട് പറയും, ബേബി ഒരു പുസ്തകമൊക്കെ ആയിട്ട് എസ് എൻ കോളേജിലേക്ക് പഠിക്കുന്ന കാലത്ത് വരുമ്പോൾ അതിൻ്റെ അർത്ഥം അന്ന് സമരമാണെന്നാണ്. അതൊക്കെ അതിശയോക്തിയാണ്, അങ്ങനെയൊന്നുമല്ല. പഠിക്കാൻ വേണ്ടിയിട്ടും പോകാറുണ്ട്. ലൈബ്രറിയിൽ നിന്ന് പുസ്തകം എടുക്കുമായിരുന്നു. പക്ഷേ എസ് എൻ കോളേജിനെ പോലെ തന്നെ എൻ്റെ പഠനത്തെ സഹായിച്ചിട്ടുള്ളത് കാഞ്ഞാവളിയിലുള്ള തൃക്കരുവ പഞ്ചായത്ത് ലൈബ്രറിയും പ്രാക്കുളം ഫ്രണ്ട്സ് ക്ലബ്ബ്, വിശേഷിച്ച് പ്രാക്കുളം ഫ്രണ്ട്സ് ക്ലബ്ബ്. കുറ്റിപ്പുഴയുടെയും MC ജോസഫിൻ്റെയൊക്കെ പുസ്തകങ്ങൾ പ്രാക്കുളം ഫ്രണ്ട്സ് ക്ലബ്ബിൽ നിന്ന് എടുത്തിട്ടാണ് വായിച്ചത്. ആ വായനയാണ് കോളേജ് വിദ്യാഭ്യാസം നൽകിയതിന് തുല്യമോ ഒരുപക്ഷെ അതിൽ കൂടുതലോ എന്തെങ്കിലും കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു കാഴ്ചപ്പാട് പകർന്നു തന്നത് അന്നത്തെ വായനയാണ്. എസ് എൻ കോളേജിൽ പഠിക്കുമ്പോൾ മത്സരിച്ചിരുന്നോ? എസ് എൻ കോളേജിൽ പഠിക്കുമ്പോൾ പ്രീ ഡിഗ്രിക്ക് മത്സരിച്ചു, തോറ്റു. ഫസ്റ്റ് ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ അന്നാണ് ഞങ്ങൾ എസ് എൻ കോളേജ് തിരിച്ചു പിടിക്കുന്നത്. അതൊരു വലിയ ഉജ്ജ്വലമായ മത്സരിച്ചു. ആർട്സ് ക്ലബ്ബ് സെക്രട്ടറി ആയിട്ട് ജയിച്ചു. ഈ രാജ്ഭവൻ ഉണ്ണിത്താനോട് മത്സരിച്ചിട്ടുണ്ടോ? അത് അതിനടുത്ത വർഷം. എന്നിട്ട് അന്ന് പരാജയപ്പെട്ടു. ആദ്യത്തെ വർഷം ജയിക്കുന്നു, തൊട്ടടുത്ത വർഷം പരാജയപ്പെടുന്നു. ആദ്യത്തെ വർഷം ജയിച്ചതിനേക്കാളും മനസ്സിൽ ഇങ്ങനെ അസ്തമിക്കാതെ നിൽക്കുന്ന ഓർമ്മ കോളേജ് യൂണിയൻ്റെ പരിപാടികളാണ്. കോളേജ് യൂണിയൻ ഉദ്ഘാടനം ചെയ്താരാണെന്നറിയോ? EMS. ശരി. ആർട്സ് ക്ലബ്ബ് ഉദ്ഘാടനം ചെയ്താരാണെന്നറിയോ? അടൂർ ഗോപാലകൃഷ്ണൻ. അടൂർ ഗോപാലകൃഷ്ണൻ അന്ന് സ്വയംവരത്തിലൂടെ പ്രശസ്തനായിട്ട് മാത്രമേ ഉള്ളൂ, അതിപ്രശസ്തനായിട്ടില്ല. 73 അപ്പം എവിടെയോ കാണണം പഴയ ഫോട്ടോ. യുവാവായ അടൂർ ഗോപാലകൃഷ്ണനും 73 EMSഉം ഇവർ രണ്ടുപേരും കൂടെ വന്നു എന്ന് പറഞ്ഞത് തന്നെ വലിയൊരു കോമ്പിനേഷനാണ്. രാഷ്ട്രീയ രംഗത്തെ അത്യുന്നതൻ, സാംസ്കാരിക രംഗത്തെ അത്യുന്നതൻ. നേരത്തെ ഇപ്പം വിക്രമൻ എന്നുള്ളൊരു സഖാവിൻ്റെ പേര് പറഞ്ഞു. അതുപോലെ ഈ ഒരു രാഷ്ട്രീയ യാത്രയിൽ നിർണായകമായ ഒരു എന്താ പറയുക, ഒരു പിന്തുണ അല്ലെങ്കിൽ നമ്മളെ സ്വാധീനിച്ച ഒരു നേതാവെന്ന് പറയാവുന്നവരുണ്ടോ? ഒന്നിലധികമോ? അങ്ങനെ പറയാൻ ഒരുപ്പെടുന്നതിൻ്റെ പരിമിതികൾ ഞാൻ മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ പോലും വിക്രമനെ ഓർത്ത് കഴിഞ്ഞാൽ പിന്നെ അവിടുത്തെ 2 നേതാക്കന്മാരുണ്ടായിരുന്നു ആമയ്ക്ക്. ഒന്ന് MG ധനപാലൻ, മറ്റൊന്ന് രാമാനുജ പണിക്കർ. പിന്നെ എനിക്ക് തുല്യമായ പ്രായത്തിൽപ്പെട്ട ജോസുകുട്ടി, കുണ്ട്രയിലെ പാർട്ടിയുടെ ഏരിയ കമ്മിറ്റി സെക്രട്ടറിയായി വന്നതാണ്. പക്ഷേ ഇവരെക്കാളുമൊക്കെ മറ്റൊരർത്ഥത്തിൽ ഞങ്ങളുടെ തലമുറയെ, എന്നെ മാത്രമല്ല ഞാൻ ഉൾപ്പെടുന്ന തലമുറയെ രൂപപ്പെടുത്തുന്നതിൽ വളരെ ഒരു രക്ഷാകർതൃ സഹജമായ നേതൃത്വ പാഠവും കാട്ടിയത് NS എന്ന് അറിയപ്പെടുന്ന N ശ്രീധരനാണ്. ഔപചാരികമായ വിദ്യാഭ്യാസമൊന്നുമില്ല, പക്ഷേ മൂല്യങ്ങൾക്ക് വേണ്ടി നിൽക്കുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവാണ്. തോപ്പിൽ ഭാസിയുടെ ഒളിവിലെ ഓർമ്മകൾക്കകത്ത് NSനെ കുറിച്ചുള്ള പരാമർശമുണ്ട്. NSന്റെ തുല്യാചിത്രമൊക്കെ ഉണ്ട്, NSന്റെ കാഴ്ചയിൽ എങ്ങനെയാണെന്നുള്ളത്. ഒരു അപകടത്തിൽ മരിക്കുകയായിരുന്നു. അത് കഴിഞ്ഞാൽ എൻ്റെ തലമുറയുടെ ഒരു യാദൃച്ഛിക ഭാഗ്യമെന്ന് പറയേണ്ടതാണ് EMSനെയും AKGയും പോലുള്ള നേതാക്കന്മാരുമായിട്ട് അവർ പാർട്ടിയുടെ നേതാക്കന്മാരായിരിക്കുമ്പോൾ അവരുടെ ക്ലാസ്സുകൾ പങ്കെടുക്കുക, അവരുടെ പരിപാടികൾ പങ്കെടുക്കുക, അവരുമൊത്ത് സമയം ചെലവഴിക്കാൻ കഴിയുക. ഇപ്പോൾ അടിയന്തരാവസ്ഥ കാലത്ത് ഡൽഹിയിൽ വെച്ച് രഹസ്യമായിട്ടൊരു വിദ്യാർത്ഥി രംഗത്തെ പ്രവർത്തകരുടെ ഒരു യോഗം ഉണ്ടായിരുന്നു. സഹ P. സുന്ദരയ്യ എന്ന പാർട്ടി ജനറൽ സെക്രട്ടറി, അദ്ദേഹം പങ്കെടുക്കുന്ന യോഗമാണ്. അദ്ദേഹം പങ്കെടുത്തു. അദ്ദേഹവുമായിട്ട് അക്കാലത്ത് ഇങ്ങനെ ഒരുമിച്ചൊരു യോഗത്തിലിരുന്ന് അദ്ദേഹത്തിൻ്റെ മാർഗനിർദ്ദേശങ്ങൾ കേൾക്കാൻ കഴിയുക എന്ന് പറയുന്നത് ഒരു ഓർക്കുമ്പോൾ അവിസ്മരണീയമായ ഒരു അനുഭവമാണ്. അന്ന് ഡൽഹിക്ക് പോയപ്പോഴാണ് M. ബസവപിന്നയെ ഇതുപോലെ അടുത്തിരുന്ന് അദ്ദേഹം വിളിച്ചിരുത്തി ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കും. രാഷ്ട്രീയത്തെക്കുറിച്ചാണ് ചോദ്യം ചോദിക്കുന്നത്. ഞാൻ ഓർക്കുന്നുണ്ട്, അന്ന് ഇംഗ്ലീഷിൽ സംസാരിക്കാൻ തന്നെ ഇംഗ്ലീഷ് അങ്ങനെ അറിഞ്ഞുകൂടാ, തപ്പിയും തടഞ്ഞ് സംസാരിക്കണം. അതുമാത്രമല്ല, ആരോടാണ് സംസാരിക്കുന്നത് എന്നുള്ള ഓർമ്മ സൃഷ്ടിക്കുന്ന ഒരു സഭാകമ്പമുണ്ട്. AKGയുമായും സുശീലയുമായിട്ട്. AKGക്ക് അന്ന് അടിയന്തരാവസ്ഥക്കാലമാണ്, അനാരോഗ്യത്തിൻ്റെ പ്രശ്നമാണ്. ഒരാഴ്ചക്കാലം AKGയുടെ കൂടെ അവിടെ താമസിക്കേണ്ടത്. ഇങ്ങനെയെല്ലാമുള്ള അനുഭവങ്ങൾ ഒരിക്കലും എനിക്ക് അർഹിക്കുന്നതാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല, പക്ഷേ എൻ്റെ രാഷ്ട്രീയ ജീവിതത്തിനിടയിൽ സംഭവിച്ചതാണ്. രാജ്യതലത്തിൽ ഇന്ത്യ ഒട്ടാകെ SFIയും DYFI ഒക്കെ കെട്ടിപ്പടുക്കാൻ ഓടി നടന്നൊരു ജീവിതമുണ്ട്. അന്നേരം MA ബേബി എന്ന് പറയുന്ന ഫയർ ബ്രാൻഡ് ലീഡറെ, അല്ലെങ്കിൽ ഒരു നല്ല ഭാവിയിലേക്ക് പാർട്ടിക്ക് ഏറ്റവും പ്രയോജനം ചെയ്യുമെന്ന് കരുതി പിക്ക് ചെയ്തെന്ന് പറയുന്ന അങ്ങനെ ഒരവസ്ഥയുണ്ടോ? ആരെങ്കിലും EMSO AKGയോ സുന്ദരയ്യോ അങ്ങനെ പറയാൻ പറ്റുമോ? അല്ല, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലൊരു സമ്പ്രദായമുണ്ട്. പരിചയസമ്പന്നരായ സഖാക്കൾ പുതിയ തലമുറയിൽ നിന്നും
കേഡർമാരെ കണ്ടെടുത്ത് റിക്രൂട്ട് ചെയ്യണം എന്നുള്ളതാണ്. 20 വയസ്സ് തികയുന്നതിന് തൊട്ട് മുമ്പാണ് ഞാൻ സംസ്ഥാന ഭാരവാഹിയാവുന്നത്. അപ്പോൾ കൊല്ലത്ത് വെച്ച് NS ആണ് പിന്നെ എല്ലാ തരത്തിലും മാർഗദർശിയായത്. അപ്പം കോടിയേരി ബാലകൃഷ്ണൻ സംസ്ഥാന സെക്രട്ടറിയും ഞാൻ പ്രസിഡൻറ്റുമായിട്ട് 1975 മാർച്ചിലാണ് തിരുവനന്തപുരം സമ്മേളനം നടക്കുന്നത്. ഏപ്രിലാകുമ്പോഴാണ് എനിക്ക് 20 വയസ്സാകുക. ഇപ്പോൾ ഞാൻ ഈ രാജേഷ് ചോദിച്ചപ്പോൾ ഓർക്കുകയാണ്. അപ്പോൾ 19 വയസ്സിൽ സംസ്ഥാന പ്രസിഡൻ്റായാണ്. അതെല്ലാം കഴിഞ്ഞ് അങ്ങനെ ഇവിടെ പ്രവർത്തനം തുടങ്ങുമ്പോൾ വളരെ പെട്ടെന്ന് അടിയന്തരാവസ്ഥ വന്നു. ജൂൺ മാസം അടിയന്തരാവസ്ഥ വരികയാണ്. അപ്പം അതിനിടയ്ക്ക് MLA ഹോസ്റ്റലിൽ വെച്ച് AV കുഞ്ഞമ്പു അന്ന് വളരെ സജീവമായിട്ട് രംഗത്തുണ്ട്. അപ്പോൾ AV എന്നെ വിളിച്ച് 25-ാം നമ്പർ റൂമാണ് MLA ക്വാർട്ടേഴ്സിലെ പഴയ അത് പാർലമെൻ്ററി പാർട്ടി ഓഫീസായിട്ട് ഇവിടെ വർക്ക് ചെയ്യും. ഗംഗാധരൻ പിള്ള ചേട്ടൻ എന്ന് പറഞ്ഞിട്ട് മാവേലിക്കരക്കാരനൊരു സഹാവാണെന്ന് ഈ പിന്നെ ഓഫീസിൻ്റെ സെക്രട്ടറി. അപ്പം ഒരു ഭാഗത്തേക്ക് മാറ്റി വിളിച്ചു നിർത്തിയിട്ട് ചില ഉപദേശങ്ങൾ തന്നു, രാഷ്ട്രീയവും സംഘടനാപരവുമായിട്ട്. നിങ്ങളെല്ലാം നിങ്ങളുടെ പ്രവർത്തനത്തെയും ജീവിതത്തെയും ഉദാസീനമായിട്ട് കൊണ്ടുപോകരുത്. ശ്രദ്ധാപൂർവ്വം രാഷ്ട്രീയ കാര്യങ്ങൾ പഠിക്കണം. നിങ്ങൾ രണ്ടുപേരും കൊടിയേരിയും ബേബിയും നിങ്ങൾ സഹകരിച്ച് നന്നായിട്ട് ഒരു ടീമായിട്ട് പ്രവർത്തിക്കണം. സംഘടനാ കാര്യങ്ങളിൽ കൊടിയേരിക്ക് നല്ല ഒരു പശ്ചാത്തലമുണ്ട്. അപ്പം രാഷ്ട്രീയമായിട്ടാണ് ബേബി കൂടുതൽ ഊന്നേണ്ടത് എന്ന്. അപ്പോൾ എനിക്ക് അന്ന് അധികം ഒന്നും മനസ്സിലായില്ല ഇത് പറയുമ്പോൾ ആ സമയത്ത്. എന്നാലും ഇതൊരു കോമ്പിനേഷൻ എന്നുള്ള തരത്തിലാണ് പാർട്ടി ഉദ്ദേശിക്കുന്നത് എന്നൊരു സൂചന അതിനകത്ത് ഉണ്ടായിരുന്നു. പിന്നെ EMS-ആയിട്ടുള്ള അടുപ്പം എങ്ങനെയാണ്? കൊല്ലത്തെല്ലാം പല രാഷ്ട്രീയ പ്രവർത്തനത്തിനും EMS വരുമ്പോൾ 2-3 സ്ഥലത്ത് യോഗങ്ങളുണ്ടാകുമല്ലോ. അപ്പം അന്ന് അനൗൺസ്മെൻറ്റ് യുവജന വിദ്യാർത്ഥി രംഗത്തുള്ളവരെ ഏൽപ്പിക്കാറുണ്ട്. അപ്പം മിക്കപ്പോഴും ഞാനായിരിക്കും ഈ അനൗൺസ്മെൻറ്റിന്. അപ്പം EMS-ഉം NS-ഉം പുറകിലുള്ള വാഹനത്തിൽ വരുമ്പം മുൻകൂട്ടി അടുത്ത സ്ഥലത്ത് പോയി ചിലപ്പം മുൻകൂട്ടി അല്പസമയം പ്രസംഗിക്കാൻ ആളെ വിളിച്ചു കൂട്ടുക, പ്രസംഗിച്ച് യോഗം തുടങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ അനൗൺസ്മെൻറ്റ് പോകുന്ന സമയത്ത് ഒരു സന്ദർഭം ഉണ്ടായി. യോഗ സ്ഥലത്ത് എത്തിക്കഴിഞ്ഞപ്പോൾ NS എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, അല്ല ഈ EMS-നെ കുറിച്ച് ഒരുപാട് സാഹിത്യവും ചമൽക്കാരവും ഒക്കെ ചേർത്തുള്ള വിശേഷണങ്ങളൊന്നും പറയണ്ട, പാർട്ടി നേതാവ് അല്ലെങ്കിൽ പോളിറ്റ് ബ്യൂറോ അംഗം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനിങ്ങനെ ശ്രദ്ധനായിപ്പോയി. എൻ്റെ സംഭാഷണത്തെ NS വിമർശിക്കുകയാണ്. പക്ഷേ താൻ വിഷമിക്കേണ്ട, EM-ഉം പറഞ്ഞതാണ്. അങ്ങനെ അധികം ഇന്ത്യൻ രാഷ്ട്രീയ രംഗത്തെ അതുല്യ പ്രതിഭ ഭീഷ്മാചാര്യൻ എന്നൊക്കെ പറഞ്ഞിട്ടാണല്ലോ അന്ന് എൻ്റെ അനൗൺസ്മെൻ്റ് എന്താണെന്നുള്ളത് EMS കേട്ടിട്ട് പിന്നെ ഗുണദോഷിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായി. പിന്നീട് എനിക്ക് തോന്നുന്നത് ഞാൻ അപ്രതീക്ഷിതമായി പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റിയിലേക്ക് NS ജില്ലാ സെക്രട്ടറി ആയിരിക്കുന്ന കൊല്ലം ജില്ലാ കമ്മിറ്റിയിലേക്കാണ് 78-ൽ അടിയന്തരാവസ്ഥ കഴിഞ്ഞ ഉടനെ പാർട്ടി ജില്ലാ കമ്മിറ്റിയിലേക്ക് വരികയാണ്. അത് അവിശ്വസനീയമായിരുന്നു ആ പ്രായത്തിൽ അങ്ങനെ വരിക എന്നുള്ളത്. അപ്പം NS-ൻ്റെ അടുത്ത് ഞാൻ പോയിട്ട് ഈ സംശയം പ്രകടിപ്പിക്കുകയാണ്, ജില്ലാ കമ്മിറ്റിയിലൊക്കെ ഞാൻ വന്ന് എങ്ങനെ എനിക്ക്, അപ്പോൾ അത് കുഴപ്പമില്ല എന്നുള്ളത്. സംസ്ഥാന കമ്മിറ്റിയിലേക്ക് വരുന്നതും ഈ ബദൽ രേഖയുമൊക്കെയായി ബന്ധപ്പെട്ട വലിയ ഉൾപാർട്ടി സംഘർഷങ്ങൾ നടക്കുന്ന കൊച്ചി സമ്മേളനത്തിൽ വെച്ചിട്ടാണ് സംസ്ഥാന കമ്മിറ്റിയിലേക്ക് വരുന്നത്. അപ്പം ഈ ഓരോ സന്ദർഭത്തിലും പാർട്ടി നേതൃത്വം അവർ എല്ലാവരും കൂടെ ആലോചിച്ചിട്ടായിരിക്കും തീരുമാനം എടുത്തിട്ടുണ്ട്. ഏതെങ്കിലും ഒരാൾ പിക്കപ്പ് ചെയ്തു എന്നുള്ളത് പറയുന്നത് ശരിയാവില്ല. EMS-ഉമായിട്ടൊരു സൈദ്ധാന്തികമായിട്ടുള്ള ഒരു സംവാദത്തിന് പോലും MA ബേബിക്ക് കഴിയും, അല്ലെ ആ രീതിയിൽ കേരളത്തിലെ അങ്ങനെ ഒരു ചർച്ച ഉണ്ടായ കാലം പോലും ഉണ്ടായിട്ടില്ല. EMS-ൻ്റെ ഈ പാർട്ടിയിലെ സൈദ്ധാന്തികമായിട്ടുള്ള സംവാദങ്ങൾ, EMS-നോട് ചില കാര്യങ്ങളിൽ വിയോജിപ്പുണ്ടായിരുന്നു? ഇല്ല. വിയോജിപ്പ് എന്ന് പറയുന്നത് ഘടകത്തിൽ ചർച്ച ചെയ്യുമ്പം ഞങ്ങൾ ഒരുമിച്ച് സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ കേന്ദ്ര കമ്മിറ്റി അംഗമായിരുന്ന ഘട്ടത്തിൽ ഓരോ വിഷയങ്ങളെക്കുറിച്ച് ചർച്ച ഉണ്ടാകാറുണ്ട്. അപ്പോൾ ഞങ്ങളെല്ലാം പാർട്ടി നേതാക്കന്മാർ പരിശീലിപ്പിച്ചിട്ടുള്ളത്, ഇപ്പോൾ പോളിറ്റ് ബ്യൂറോ ഒരു ഡ്രാഫ്റ്റ് കേന്ദ്ര കമ്മിറ്റിയിൽ അവതരിപ്പിക്കും, രാഷ്ട്രീയ പ്രമേയം. അപ്പോൾ കേന്ദ്ര കമ്മിറ്റി മെമ്പർമാരുടെ ജോലി വിമർശനപരമായി ഈ പോളിറ്റ് ബ്യൂറോയുടെ ഡ്രാഫ്റ്റിനെ സമീപിക്കുക എന്നുള്ളതാണ്. എന്നിട്ട് കേന്ദ്ര കമ്മിറ്റിയിൽ അമെൻമെൻറ്റ്സ് തന്നെ ഉണ്ടെങ്കിൽ കൊടുക്കണം. അപ്പോൾ ഞങ്ങൾ ഈ പാർട്ടിപരമായ ചില തമാശകളുണ്ട്. അപ്പോൾ ചില സഖാക്കളുടെ ഒരു സമീപനമുണ്ട്. ഈ പോളിറ്റ് ബ്യൂറോയുടെ ഡ്രാഫ്റ്റ് എന്ന് പറഞ്ഞാൽ ആരൊക്കെ തയ്യാറാക്കിയതാണ്? സുന്ദരയ്യ, EMS, BT നദീവേ, ജ്യോതി ബാസു, പ്രമോദ് ദാസ് ഗുപ്ത, ഹർകിഷൻ സിംഗ് സുർജിത്ത്, രാമമൂർത്തി, AKG, ഇങ്ങനെയുള്ളവർ ചേർക്കുന്ന ഒരു ഡ്രാഫ്റ്റ്. തനിക്ക് എന്ത് കൽപ്പമുള്ളത്? ഇവരെല്ലാം കൂടെ ചേർന്ന് തയ്യാറാക്കിയ ഒന്നിന്മേൽ
ഭേദഗതി നിർദ്ദേശിക്കാൻ എന്ന് തമാശയായിട്ട് പറയാറുണ്ട്. പക്ഷെ എന്നാലും ഞങ്ങൾ കണ്ടെത്തും പലതരത്തിലുള്ള ഇതിങ്ങനെയാണോ ഇതിനാണോ ഊന്നൽ കൊടുക്കേണ്ടത്. അപ്പം അങ്ങനെ വിമർശിക്കുക എന്നുള്ളത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തകരുടെയൊക്കെ ഒരു കടമ തന്നെയാണ്. അത്തരം വിമർശനങ്ങളിലൂടെയാണ് കൂടുതൽ കുറ്റമറ്റ രൂപത്തിൽ ഒരു രേഖയെ വികസിപ്പിച്ചെടുക്കാൻ കഴിയുന്നതെന്ന് പറയാറുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ചർച്ചകൾ നടന്നിട്ടുണ്ട്. മാധ്യമങ്ങളാണ് ഇപ്പോൾ വർഗീയതയോടുള്ള സമീപനം സംബന്ധിച്ച്, ന്യൂനപക്ഷ വർഗീയതയോടുള്ള സമീപനം സംബന്ധിച്ച് അത്തരം ചർച്ചകൾക്കെല്ലാം നേതൃത്വം നൽകുന്ന ആളാണ് സഖാവ് EMS അവതരിപ്പിക്കുന്ന ആശയങ്ങൾ, പാർട്ടിയുടെ ആശയങ്ങളെ വികസിപ്പിച്ചുകൊണ്ടാണ് EMS പല ആശയങ്ങളും അവതരിപ്പിക്കാറുള്ളത്. അപ്പോൾ ഒരു ഘട്ടത്തിൽ മാധ്യമങ്ങൾ അന്താരാഷ്ട്ര പഠന കോൺഗ്രസ്സിൽ ഞാൻ അവതരിപ്പിച്ചൊരു പേപ്പർ, അത് EMS അപ്പം മുന്നോട്ട് വെച്ച ചില ആശയങ്ങളിൽ നിന്നും വ്യത്യസ്തമായ ചില ആശയങ്ങൾ വെക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മാധ്യമങ്ങളുടേതായ ഒരു ആഘോഷം നടന്നു എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അതിലടിസ്ഥാനമുണ്ടോ? അതിന് അടിസ്ഥാനമൊന്നുമില്ല. ആ വിഷയത്തിൽ വ്യത്യസ്തങ്ങളായ ഊന്നലുകളും ആ വിഷയത്തെ വർഗീയതയോടുള്ള സമീപനത്തെ എങ്ങനെ കാണണം എന്നെല്ലാമുള്ള വിഷയത്തിൽ വ്യത്യസ്ത അഭിപ്രായങ്ങൾ എന്ന് വേണമെങ്കിൽ വ്യാഖ്യാനിക്കാമെന്ന് ചിലത് പറഞ്ഞിരുന്നു. പക്ഷെ അത് പരസ്പര വിരുദ്ധമായിട്ടല്ല, പരസ്പരം പോഷിപ്പിക്കുന്ന തരത്തിലുള്ളതായിരുന്നു. ഡൽഹിയിലേക്ക് പ്രവർത്തന കേന്ദ്രം മാറുന്നത് എപ്പോഴാണ്? അതാരാ പാർട്ടി തീരുമാനിക്കുകയാണ്? അത് പാർട്ടി തീരുമാനിച്ചതാണ്. അതിപ്പം ഞാനിപ്പം വളരെ കൃത്യമായിട്ട് ഓർക്കുന്നുണ്ട്. അന്ന് ജനറൽ സെക്രട്ടറി സഖാവ് EMS ആണ്. അപ്പോൾ SFIയുടെ അഖിലേന്ത്യാ സമ്മേളനം പാറ്റ്നയിൽ വെച്ച് നടക്കുകയാണ്. അപ്പോൾ പ്രകാശ് കാരാട്ടാണ് അപ്പോൾ പ്രസിഡൻറ്റ്, ബിപിൻ ബാസു ജനറൽ സെക്രട്ടറിയാണ്. ബിപിൻ ബാസുവിനെ അതിനിടയ്ക്ക് തന്നെ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് വിമുക്തനാക്കി ബംഗാളിലെ സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്ക് ബിപിൻ ബാസുവിനെ ഉൾപ്പെടുത്തി. എന്നിട്ട് സുഭാഷ് ചക്രവർത്തി ജനറൽ സെക്രട്ടറി ആയിട്ട് വന്നു. അപ്പോൾ പ്രകാശ് പ്രസിഡൻറ്റും സുഭാഷ് ചക്രവർത്തി ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള സമ്മേളനമാണ് പാറ്റ്നയിൽ വെച്ച് നടക്കുന്നത്. 1979 ഫെബ്രുവരി മാസമാണ്. അപ്പം കൊടിയേരി സെക്രട്ടറിയും ഞാൻ പ്രസിഡൻറ്റുമായിട്ട് തുടരുകയാണ്. SFI അല്ലേ? SFI അഖിലേന്ത്യാ സമ്മേളനം. അപ്പോൾ ഡൽഹിയിൽ വെച്ചൊരു അഖിലേന്ത്യാ കമ്മിറ്റി മീറ്റിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ സഖാവ് EMS ഞങ്ങളെ രണ്ടുപേരെയും വിളിച്ചു. സഖാവ് കൊടിയേരിയും വിളിച്ചു, എന്നെയും വിളിച്ചു. എന്നിട്ട് ചോദിച്ചു, പ്രകാശ് കാരാട്ട് സമ്മേളനത്തിൽ വെച്ച് ഒഴിയും, കേരളത്തിൽ നിന്ന് വേണം പകരം ഒരു പ്രസിഡന്റ് വരാൻ. അപ്പം ആരാണ് അതിന് അനുയോജ്യൻ എന്നുള്ള തരത്തിൽ ഞങ്ങളുടെ അഭിപ്രായം ചോദിച്ചു. അത് പാർട്ടിയുടെ ഒരു സമ്പ്രദായമാണ്. അപ്പം ഞങ്ങളുടെ പേരല്ല പറഞ്ഞത്, ഞങ്ങൾ രണ്ടുപേരും. ആരുടെ പേരാണ് പറഞ്ഞത്? അത് ഇപ്പോൾ പ്രസക്തമാണ്. വേറെ പേരുകൾ പുതിയ തലമുറയിൽപ്പെട്ട ചില ആളുകളുണ്ട്. ഓ ശരി, EMS അത് കേട്ടിട്ട് ഞങ്ങൾക്ക് എന്താ പറയാനെന്നുള്ളത് കേട്ടിട്ട് പോകുന്നു. പക്ഷേ സമ്മേളനം ചേരുമ്പോൾ പാർട്ടിയുടെ അഭിപ്രായം എന്നുള്ള തരത്തിലും വിദ്യാർത്ഥി രംഗത്തുള്ളവരുടെ ചർച്ച പ്രകാശ് കാരാട്ട് ഇവരൊക്കെ ആലോചിച്ചിട്ടുണ്ടാവും. അങ്ങനെയാണ് പ്രകാശ് കാരാട്ട് ഒഴിഞ്ഞ ചുമതലയിലേക്ക് ഞാൻ തിരഞ്ഞെടുക്കപ്പെട്ടു അഖിലേന്ത്യാ പ്രസിഡന്റായിട്ട്. അതെ. അന്ന് യെച്ചൂരി കളത്തിലുണ്ടോ? അല്ല, ചിത്രത്തിലുണ്ടോ? അന്ന് യെച്ചൂരി ജോയിന്റ് സെക്രട്ടറി ആയിട്ട് തിരഞ്ഞെടുക്കപ്പെടുകയാണ്. അതിനുശേഷം അതെ, ഞങ്ങളുടെ കൂട്ടത്തിൽ ഞങ്ങളുടെ കൂട്ടത്തിൽ ജോയിന്റ് സെക്രട്ടറി ഞാൻ പ്രസിഡന്റും നേപ്പാൾ ഭട്ടാചാര്യ എന്ന് പറയുന്ന ബംഗാളിൽ നിന്നുള്ള ഒരു സഖാവ്, ഹിന്ദിയും ഇംഗ്ലീഷും ഒക്കെ നന്നായിട്ട് സംസാരിക്കുന്ന ആളാണ്. അദ്ദേഹം ജനറൽ സെക്രട്ടറി, സൈഫുദ്ദീൻ ചൗധരി തുടങ്ങി ഒരു മണിക് സർക്കാർ ഒക്കെയാണ് വൈസ് പ്രസിഡന്റുമാരാണ്. സീതാറാം യെച്ചൂരിയും സമീർ പുതുത്തുന്ത, ഇങ്ങനെ ഒരു കൂട്ടം ആളുകൾ. കേരളത്തിൽ നിന്നുള്ള 2 പേര് ഉണ്ട്. ബാലനെന്ന് ഒഴിഞ്ഞു, ജിസാരൻ ഒഴിഞ്ഞു. കേരളത്തിലെ കേരളത്തിൽ നിന്നും പിന്നെ ഞാൻ ഒഴിഞ്ഞപ്പോഴാണ് തോമസ് ഐസക് ഇവിടെ സംസ്ഥാന പ്രസിഡന്റ്. അല്ല, അന്നേരം പിന്നീട് ആദ്യം സംസ്ഥാന കമ്മിറ്റി പോലും വളരെ നേരത്തെ എത്തി. പക്ഷേ PBയിലേക്ക് എത്തുമ്പോഴത്തേക്ക് ഇതിനു മുമ്പ് യെച്ചൂരിയും കാരാട്ടും കോടിയേരിയും നേരത്തെ എത്തിയില്ലേ? ഇത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്നത് ഒരു ഗവൺമെൻറ് സർവീസല്ല. എന്ന് ജോയിൻ ചെയ്തു എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ സീനിയോറിറ്റി തീരുമാനിച്ച് എടുക്കുന്നതല്ല. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ അർഹമായതിനേക്കാൾ നേരത്തെ പല ഉത്തരവാദിത്തങ്ങളിൽ എത്തി എന്നുള്ളതാണ് എന്നെക്കുറിച്ച് ഞാൻ കരുതുന്നത്. മറ്റുള്ളവരുമായിട്ട് താരതമ്യപ്പെടുത്തി എന്തുകൊണ്ട് ആയില്ല എന്ന തരത്തിൽ ചോദിക്കുന്നതിന് യാതൊരു അർത്ഥവുമില്ല. ഇപ്പോൾ ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ ഇന്ത്യ ഒട്ടാകെ യുവജന പ്രസ്ഥാനവും വിദ്യാർത്ഥി പ്രസ്ഥാനവും കെട്ടിപ്പടുക്കുന്നതിൽ നിർണായക പങ്ക് വഹിച്ച ശ്രീ MA ബേബി 2 വട്ടം രാജ്യസഭാ അംഗമായി, 2 വട്ടം MLA ആയി, 1 വട്ടം മന്ത്രിയായി. എന്തുകൊണ്ട് കേരള പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയോ മുഖ്യമന്ത്രിയോ ആയില്ല? അങ്ങനെ ആകും എന്ന് പ്രതീക്ഷിച്ചവരോട് എന്താണ് പറയാനുള്ളത്? പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയുടെ ഉത്തരവാദിത്വത്തിലും സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയുടെ ഉത്തരവാദിത്വത്തിലുമെല്ലാം എന്നേക്കാളും എത്രയോ കൂടുതൽ കഴിവും അർഹതയുമുള്ള ആളുകളാണ് വന്നത്.
അപ്പോൾ അവിടെ ഞാൻ എന്തുകൊണ്ട് വന്നില്ല എന്ന ചോദ്യം തന്നെ അപ്രസക്തമാണ്. സാഹിത്യം അല്ലെങ്കിൽ കല, സംഗീതം, ഈ രാഷ്ട്രീയ പ്രവർത്തനത്തിനിടയിൽ ഇതിലേക്ക് അല്ലെങ്കിൽ ഈ ഒരു ധാര അല്ലെങ്കിൽ ഇത് വളരെ വെറുതെ ഒരു ഉപരിതല സ്പർശിയായിട്ടല്ല, അതിലേക്ക് ആഴത്തിലിറങ്ങാനും ഈ മേഖലയിൽ വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ പ്രവർത്തിക്കുന്ന കലാകാരന്മാരുമായിട്ട് ഒരു ഹൃദയബന്ധം സ്ഥാപിക്കാനും എങ്ങനെ സമയം കണ്ടെത്തി, എങ്ങനെ കഴിഞ്ഞു? ഒരു മനുഷ്യൻ്റെ ജീവിതം എന്ന് പറയുമ്പോൾ സാംസ്കാരിക ജീവിതം കൂടിയാണ്. സംസ്കാരമില്ലെങ്കിൽ യഥാർത്ഥത്തിൽ ഒരു യഥാർത്ഥ മനുഷ്യനില്ല. മൃഗതുല്യമായ ജീവിതവും മനുഷ്യനെ വേണേൽ നയിക്കാം. സാംസ്കാരികമായൊരു ജീവിതം ജീവിക്കാനുള്ള അവസരം നിഷേധിക്കപ്പെടുന്ന ഒരുപാട് മനുഷ്യരെ നമുക്ക് ചുറ്റുപാടുമുണ്ട്. ഇപ്പോൾ അക്ഷരം തന്നെ പഠിക്കാൻ കഴിയാതെ പോവുക, അക്ഷരം പഠിച്ചിട്ടും പുസ്തകം വായിക്കാനുള്ള അവസരം കിട്ടാതെ പോവുക, ഇതെല്ലാം ഉണ്ട്. അതെല്ലാം നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്ന പെട്ടെന്ന് നമ്മൾ തിരിച്ചറിയാത്ത മഹാക്രൂരതകളാണ്. ഓരോ മനുഷ്യനും സംസ്കാര സമ്പന്നമായ ജീവിതം നയിക്കാനുള്ള അവകാശമുണ്ട്. യഥാർത്ഥത്തിൽ രാഷ്ട്രീയ പ്രവർത്തനവും സമൂഹത്തെ അത്തരത്തിൽ പരിവർത്തിപ്പിക്കാനുള്ള ഒരു ലക്ഷ്യമാണ്. ഇത് തിരിച്ചറിയുന്നവർക്ക് ഒരു സാംസ്കാരിക ജീവിതം കൂടി രാഷ്ട്രീയ ജീവിതത്തിനൊപ്പം വ്യക്തി ജീവിതത്തിനൊപ്പം നയിക്കാതിരിക്കാൻ കഴിയില്ല. അത് ചില തെരഞ്ഞെടുപ്പുകൾ വേണ്ടി വരും. അതിനുവേണ്ടി സമയമുണ്ടായിരുന്നു. സമയം നമ്മൾ എല്ലാവർക്കും കിട്ടുന്ന സമയം ഇതിനെല്ലാം വേണ്ടി നമ്മൾ വീതം വെക്കേണ്ടി വരും എന്നുള്ളതാണ്. ഡൽഹി ജീവിതമാണോ ഇതിന് കൂടുതൽ സഹായമായത്? കേരളത്തിൽ ജീവിക്കുമ്പോൾ തന്നെ അതിൽ പല ഘടകങ്ങൾ പ്രവർത്തിക്കാം. ഇപ്പോൾ അപ്പച്ചൻ്റെ താല്പര്യം ഇതിനകത്തൊരു ഘടകമാണ്. ഉണ്ണിച്ചക്കൻ വീട്ടിൽ കഥകളി കാണാൻ ഏറ്റവും മൂത്ത ജ്യേഷ്ഠൻ്റെ കൂടെ പോയിട്ടുണ്ട്. വലിയൊരു സംഗീത സൗഹൃദമുണ്ടായത് അടിയന്തരാവസ്ഥയിൽ കുറച്ച് ദിവസം ഇവിടെ തിരുവനന്തപുരത്ത് പ്രകടനമൊക്കെ നടത്തി ജയിലിൽ കിടന്നതിന് ശേഷം ഇറങ്ങി കൊല്ലത്ത് തങ്കച്ചേട്ടൻ്റെ അടുത്ത് വീട്ടിൽ ചെല്ലുമ്പോഴാണ്. തൃക്കടവൂർ മഹാദേവ ക്ഷേത്രത്തിൽ ഉത്സവത്തിന് പാലക്കാട് കെ വി നാരായണസ്വാമി വരുന്നുണ്ട് എന്ന് പറഞ്ഞു. നമുക്ക് കേൾക്കാൻ പോവാം. അപ്പോൾ അടുത്ത കാലത്ത് പത്മശ്രീയൊക്കെ കിട്ടി അദ്ദേഹം വാർത്തയിൽ കൂടുതലുണ്ട്. കെ വി എൻ പ്രസിഡൻ്റാണ്. അപ്പം ചേട്ടൻ്റെ കൂടെയാണ് കച്ചേരി കേൾക്കാൻ പോകുന്നത്. അവിടെ കച്ചേരി കേൾക്കുമ്പോൾ ഈ സംഗീതത്തെക്കുറിച്ച് രാജേഷ് പറഞ്ഞത് ശരിയാണ്. സംഗീതത്തെക്കുറിച്ച് എന്തെങ്കിലും ഗൗരവമുള്ള പഠനം നടത്തിയിട്ടില്ല, പരിശീലനം അല്ല. എന്നാലും പക്ഷേ വളരെ ആഴത്തിൽ അറിയാൻ കഴിഞ്ഞു. അത് ഈ പറയുന്ന പോലെ വ്യാകരണം ഏത് വൃത്തമാണെന്നറിയാതെ നമ്മൾ കവിത വായിച്ച് ആസ്വദിക്കുന്ന പോലെ. കവിതയിൽ വൃത്തമുണ്ട്, വൃത്തം അറിയാവുന്നവരുണ്ട്. എന്നാൽ വൃത്തം അറിയാതെ തന്നെ നമുക്കൊരു കവിത ആസ്വദിക്കാൻ പറ്റുമെന്ന് പറയുന്നത് പോലെ സംഗീതം ആസ്വദിക്കാൻ കഴിയും. അപ്പോൾ അവിടെ പോയിരുന്നപ്പോൾ അത് കെ വി എന് മൃദംഗം വായിച്ചുകൊണ്ടിരുന്ന ആൾ കെ വി എൻ്റെ പാട്ട് കേൾക്കുന്ന അതേ താല്പര്യത്തോടു കൂടി ആ മൃദംഗ വിദ്വാനെ ഞാൻ എന്തോ കാരണത്താൽ ശ്രദ്ധിച്ചു. ഈ താളം എന്ന് പറഞ്ഞാൽ മനുഷ്യ ജീവിതത്തിൻ്റെ ഹൃദയസ്പന്ദനം, ഹൃദയത്തിൻ്റെ താളമുണ്ട്. അത് ഉമയാളൂർ ശിവരാമനായിരുന്നു. ഓ, അത് ശരി. പക്ഷെ എനിക്ക് നേരത്തെ അറിഞ്ഞൂടാ. പിൽക്കാല ജീവിതത്തിൽ വലിയൊരു സ്വാധീനമാണ്. അപ്പോൾ ചോദിക്കുമ്പോൾ ഉമയാളൂർ ശിവരാമൻ എന്ന് പറയുമ്പോൾ ഞാൻ കേട്ടിട്ടില്ല, അതുവരെ കേട്ടിട്ട്. പാലക്കാട് മണിയായിരുന്നു കേട്ടിട്ടുണ്ട്. അപ്പോൾ ആരാണ് ഗുരു എന്ന് അവിടെ ഉണ്ടായിരുന്ന അറിവുള്ള കേൾവിക്കാരോട് ചോദിച്ചു. അത് പാലക്കാട് മണിയരുടെയൊക്കെ ശിഷ്യനാണ് ഉമയാളൂർ ശിവരാമൻ. ആ രീതിയിലാണ് ഈ ഇതിലേക്ക്. അങ്ങനെയാണ്. അന്ന് വയലിൻ വായിച്ചാലും ഇന്ന് ജീവിച്ചിരിപ്പുണ്ട്. അതിലെ പ്രതിഭ വടക്കാഞ്ചേരി മലയാളിയാണ്, വി സുബ്രഹ്മണ്യം. വടക്കാഞ്ചേരി വി സുബ്രഹ്മണ്യമാണ്. ഈ കലയും സാഹിത്യവും സംഗീതവും ഒക്കെ എം എ ബേബിയുടെ വെറും ജാടയാണെന്ന് പറഞ്ഞ് പരിഹസിക്കുന്ന ഒരു വിഭാഗം ആൾക്കാരുണ്ട്. അത് അസൂയയിൽ നിന്നാണ്. എനിക്ക് ചിലപ്പോൾ ആയിരിക്കും. ഇതൊക്കെ ഇഷ്ടപ്പെടുകയും ഇത് ആസ്വദിക്കാൻ പോവുകയും ചെയ്യുന്നത്. ഇതെല്ലാം ആസ്വദിക്കുന്നു എന്നറിയുമ്പോൾ ചില ആൾക്ക് എന്നെക്കുറിച്ചൊരു മതിപ്പുണ്ടാവും എന്നുള്ളൊരു തോന്നൽ എൻ്റെ മനസ്സിൻ്റെ അടിത്തട്ട് ചിലപ്പോൾ പ്രവർത്തിക്കുന്നുണ്ടാവും. എനിക്കറിഞ്ഞൂടാ. ഈ ഡൽഹി ജീവിതത്തിൽ വെച്ചല്ലേ ബെറ്റിയെ കണ്ടെത്തുന്നത്? അല്ല, ബെറ്റിയെ പരിചയപ്പെടുന്നത് വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തന രംഗത്ത് വെച്ചിട്ടാണ്. പക്ഷേ കൂടുതൽ അടുത്ത പരിചയം ഉണ്ടാകുന്നത് ഞാൻ അഖിലേന്ത്യാ പ്രസിഡൻ്റായതിനു ശേഷം പുനലൂരിൽ വെച്ച് സംസ്ഥാന സമ്മേളനം SFIയുടെ നടന്നു. പുനലൂർ ബാലൻ സാറിൻ്റെ കാര്യമൊക്കെ അവിടെ വെച്ചാണ് സംസാരിക്കുന്നത്. അന്ന് കേരളത്തിൽ നയനാർ ഗവൺമെൻറ്റാണ്. നയനാർ ഗവൺമെൻറ് വന്നതിന് ശേഷമാണ്. VS പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ആയതിനു ശേഷമാണ്. ഇവരെല്ലാം സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. AK ബാലൻ ആണെന്ന് സംസ്ഥാന സെക്രട്ടറി. പുനലൂർ സമ്മേളനത്തിൽ ഞങ്ങളൊരു ടീമാണ് ഡൽഹിയിൽ നിന്ന് വന്നത്. ഓൾ ഇന്ത്യ പ്രസിഡൻ്റായിട്ടുള്ള ഞാൻ, സെക്രട്ടറി ആയിട്ടുള്ള നേപ്പാൾ ഭട്ടാചാര്യ, വൈസ് പ്രസിഡൻ്റായിട്ടുള്ള സൈഫുദ്ദീൻ ചൗധരി, അന്ന് ലോക്സഭാംഗമാണ്, ജോയിൻറ്റ് സെക്രട്ടറി ആയിട്ടുള്ള സീതാറാം യെച്ചൂരി. ഞാൻ പ്രത്യേകിച്ച് നിർബന്ധിക്കും പരമാവധി സഹാക്കളെ ഈ സമ്മേളനങ്ങളിൽ പിന്നെ പങ്കെടുപ്പിക്കാൻ. സീതാറാം വന്നതിന് ശേഷം 2-3 ദിവസം എൻ്റെ കൂടെ താമസിച്ചിട്ടാണ് പോകുന്നത്. ഈ അഷ്ടമുടി കായലിൽ ഈ അധികം ആഴമില്ലാത്ത സ്ഥലത്ത് പോയാൽ രാത്രി പെട്രോമാക്സുമായിട്ട് പോയിട്ട് കമ്പി കൊണ്ട് കരിമീനെയും ഞണ്ടിനെയും കുത്തിപ്പിടിക്കാം. ഞങ്ങൾ രണ്ടുപേരും, സീതാറാം അത് ഓർക്കാറുണ്ട്. ഞാനിത് കുത്തിപ്പിടിക്കുന്നത് കണ്ടിട്ട് സീതാറാമിനെ കുത്താനുള്ള കമ്പി കൊടുത്തു. സീതാറാമൻ 2-3 പിന്നെ കുത്തിപ്പിടിക്കുകയുണ്ടായി. അപ്പം ആ പുനലൂർ സമ്മേളനത്തിൽ വെച്ചിട്ടാണ് ചർച്ചയിലൊക്കെ ബെറ്റി പങ്കെടുത്തിട്ട്
പൊന്നാനി MES കോളേജിലാണെന്ന് പറ്റിപ്പോയത്. പൊന്നാനി MES കോളേജിൽ നിന്ന് പിന്നെ യൂണിവേഴ്സിറ്റി സെൻട്രൽ കാര്യവട്ടം വരെ തെഞ്ഞിപ്പാലത്തേക്ക് MA ലിറ്ററേച്ചറിന് പോയിട്ടില്ല, അതിന് തൊട്ട് മുമ്പാണ്. എന്തായാലും പൊന്നാനിയാണ് താമസിക്കുന്നത്. അപ്പോൾ അവരവിടെ രാജേഷിന് താല്പര്യമുള്ള വിഷയമാണ്. ഒരു ചലച്ചിത്ര ക്ലബ്ബ് ഉണ്ടായിരുന്നു, ഫിലിം ക്ലബ്ബ് ഉണ്ടായിരുന്നു, സ്പ്രൗട്ട് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിൻ്റെ പ്രവർത്തനങ്ങൾ, അതിനകത്ത് ചില തീവ്രവാദ നിലപാടുള്ള ആളുകളും അതിൻ്റെ പ്രവർത്തനത്തിലുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുള്ള പരാതി വന്നിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്, ഇതിൻ്റെ പ്രവർത്തനമായിട്ട് പോകണോ, എല്ലാവരെയും സഹകരിപ്പിച്ച് പോകണോ വേണ്ടയോ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഈ കലയും സാഹിത്യമൊക്കെ ആയിട്ട് എനിക്ക് ബന്ധമുണ്ടെന്നുള്ളൊരു പറ്റിയുള്ള തെറ്റിദ്ധാരണയിൽ എൻ്റെ അടുത്ത് സംസാരിക്കാൻ വേണ്ടി വന്നു. അപ്പം ഞാൻ പറഞ്ഞു, അത് അവിടുത്തെ പ്രദേശത്തെ പ്രസ്ഥാനവുമായിട്ട് ആലോചിച്ചിട്ട് തീരുമാനിക്കേണ്ടതാണ്. ഇതിനെക്കുറിച്ച് എനിക്കിപ്പോൾ പറഞ്ഞു കേട്ട അറിവ് മാത്രമല്ലേ ഉള്ളൂ. അതുകൊണ്ട് അവിടുത്തെ പ്രസ്ഥാനമായിട്ട് ചർച്ച ചെയ്തിട്ട് നിങ്ങൾ തീരുമാനം എടുത്താൽ മതി എന്ന് പറഞ്ഞു. എന്നിട്ട് സമാപന യോഗം നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് വടക്കുന്ന് വന്നവരൊക്കെ പോകുന്നത്. അപ്പോൾ എൻ്റെ അടുത്ത് പോകുന്ന യാത്രയൊക്കെ ചോദിച്ചെങ്ങനെ പോകുന്നു. ആ സമയത്താണ് ബെറ്റിയെ ശ്രദ്ധിക്കുന്നത്. അതിനുശേഷം സംസ്ഥാന കമ്മിറ്റിയിലേക്ക് ബെറ്റി തിരഞ്ഞെടുക്കപ്പെടുന്നുണ്ട്. അപ്പം സംസ്ഥാന കമ്മിറ്റി യോഗങ്ങൾ വെച്ച് കാണാറുണ്ട്. അങ്ങനെയാണ് അടുപ്പം വിവാഹത്തിലേക്ക് എത്തുക. അതെ. പക്ഷേ ഒരു രാഷ്ട്രീയ ജീവിതത്തിൽ നിന്ന് പക്ഷേ ബെറ്റി സഖാവ് പെട്ടെന്ന് മാറുകയും ചെയ്തു. അത് നമ്മുടെ സമൂഹത്തിലെ വലിയൊരു പ്രശ്നമാണ്. രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കാനും കൂടുതൽ സംഭാവനകൾ നൽകാനും ഒക്കെ ബെറ്റിക്ക് കഴിയുമായിരുന്നു. പക്ഷെ ദൗർഭാഗ്യവശാൽ ഇപ്പം എന്നെ കല്യാണം കഴിച്ചു. എൻ്റെ പ്രവർത്തനം ഡൽഹിയിലേക്ക് ആണ്. അപ്പോൾ ഡൽഹിയിൽ വരുന്നു. ഡൽഹിയിൽ ഇത്തരം പ്രവർത്തനങ്ങൾ നടത്താനുള്ള സൗകര്യങ്ങൾ പരിമിതമാണ്, സാധ്യതകൾ പരിമിതമാണ്, ഇത്തരം പ്രവർത്തനങ്ങൾ പരിമിതമാണ്. അപ്പോഴും പീപ്പിൾസ് ഡെമോക്രസിയുടെ ഭാഗമായിട്ട് കുറേ പരിഭാഷകളും കാര്യങ്ങളുമൊക്കെ ചെയ്തിരുന്നു. ഒരു ഹോൾ ടൈമറായിട്ട് കുറേ കാലം ഡൽഹിയിൽ ബെറ്റി പ്രവർത്തിക്കുകയുണ്ടായി. അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ രൂപവൽക്കരിക്കപ്പെട്ടപ്പം അതിൻ്റെ ഓഫീസിൻ്റെ ചുമതലയായി അതിൻ്റെ കേന്ദ്രത്തിൽ പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു. അപ്പം സുശീല ഗോപാലൻ അതിൻ്റെ അഖിലേന്ത്യാ കമ്മിറ്റി അംഗമായിട്ട് തന്നെ ബെറ്റി പ്രവർത്തിക്കണമെന്നൊക്കെയുള്ള നിർദ്ദേശം വെച്ചപ്പം ബെറ്റി അതിൽ വിസമ്മതിച്ചു. അത് വേണ്ട, ഞാൻ പ്രവർത്തനങ്ങളിലൊക്കെ നടത്തിക്കോളാം എന്ന് പറഞ്ഞു. ബെറ്റി ആളിനെ കല്യാണം കഴിച്ചത് ജീവിതത്തിലെ ഒരു നിർണായകമായ വഴിത്തിരിവായിരുന്നു അല്ലേ? അത് ഒരു സംശയമില്ലാത്ത കാര്യമാണ്. പക്ഷേ രാജേഷ് വളരെ ശരിയായി ചൂണ്ടിക്കാണിച്ചതുപോലെ മറ്റൊരു രാഷ്ട്രീയ സംഘടനാ ജീവിതം എന്നെ വിവാഹം കഴിച്ചിരുന്നില്ലെങ്കിൽ ബെറ്റിക്ക് ലഭ്യമാകുമായിരുന്നു. അപ്പം അങ്ങനെ ചില നഷ്ടങ്ങൾ ബെറ്റിയുടെ രാഷ്ട്രീയ സംഘടനാ ജീവിതത്തിൽ എന്നെ വിവാഹം കഴിക്കുന്നതിലൂടെ സംഭവിച്ചു എന്നുള്ളതും ഇന്ന് തിരിഞ്ഞു നോക്കുമ്പം ഒരു യാഥാർത്ഥ്യമാണ്. ഈ മകൻ്റെ കാര്യത്തിൽ ഇപ്പം മറ്റു പലരെയും പോലെ ഒരു വലിയ പഠിക്കാനുള്ള സമ്മർദ്ദം ചെലുത്തുകയോ അല്ലെങ്കിൽ രാഷ്ട്രീയത്തിലിറക്കാനോ അങ്ങനെയുള്ള ഒരു സമ്മർദ്ദമില്ലാതെ ഇഷ്ടപ്പെട്ട വഴി സംഗീതത്തിൻ്റെ വഴിക്ക് വിടാനും തീരുമാനിച്ചു. അത് യാദൃച്ഛികമായിട്ട് ഈ അടുത്ത ദിവസങ്ങളിൽ എനിക്കൊരു അനുഭവം ഉണ്ടായി. അത് പ്രശസ്ത ചിത്രകാരനായിട്ടുള്ള എ രാമചന്ദ്രൻ, അദ്ദേഹം ആറ്റിങ്ങൽക്കാരനാണ്. അദ്ദേഹത്തിൻ്റെ മകൻ രാഹുൽ നാസയിലാണ് വർക്ക് ചെയ്യുന്നത്, അമേരിക്ക. അദ്ദേഹം ഒരു ശാസ്ത്രജ്ഞനാണ്. പിന്നെ അദ്ദേഹത്തിൻ്റെ ഒരു മകളുണ്ട്, സുജാതയുണ്ട്. അപ്പോൾ രാഹുലും ഞാനും ഇങ്ങനെ കുറേ സമയം സംസാരിച്ചപ്പം എ രാമചന്ദ്രൻ സാറിൻ്റെ പ്രത്യേകതകളെക്കുറിച്ച് പറഞ്ഞപ്പം രാഹുലിൻ്റെ മക്കളെ, അതായത് എ രാമചന്ദ്രൻ സാറിൻ്റെ പേരക്കുട്ടികളുടെ കാര്യത്തിൽ അദ്ദേഹം പിന്തുടരുന്ന സമീപനം രാഹുലിൻ്റെ ഇടപെടലുകളിൽ ചിലപ്പം അദ്ദേഹം വിമർശനം ഉന്നയിച്ചിട്ടുണ്ട്. ഈ മക്കളുടെ പഠിത്തമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇത്ര സമയം പഠിക്കണം, അങ്ങനെല്ലാം വളരെ കർക്കശമായ നിയന്ത്രണം, മക്കളെ ഒരു പ്രത്യേക പാതയിലൂടെ അക്കാഡമിക്കായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിക്കുമ്പം രാമചന്ദ്രൻ സാറിനോട് ഇങ്ങനെയൊന്നും കുട്ടികളെ നിങ്ങൾ പീഡിപ്പിക്കരുത്, കുട്ടികളെ സ്വച്ഛമായി വളരാൻ അനുവദിക്കണം, അവർ നന്നായിക്കോളും, പഠിത്തത്തിനിടയ്ക്ക് കുറേ ഗൈഡൻസേ കൊടുക്കാം, പക്ഷേ നിൻ്റെ ഈ കർക്കശത്വമൊന്നും പാടില്ല എന്ന് അച്ഛൻ എന്നെ പറഞ്ഞ് നിയന്ത്രിക്കാറുണ്ടായിരുന്നു എന്ന് രാഹുൽ എന്നോട് പറഞ്ഞപ്പോഴാണ് എനിക്കൊരാശ്വാസം ഉണ്ടായത്. അപ്പം അപ്പുവിൻ്റെ വളർച്ചയുടെ കാര്യത്തിൽ പഠിത്തത്തിൽ പറഞ്ഞു കൊടുക്കുന്നതൊക്കെ ബെറ്റിയായിരുന്നു. എന്നാൽ സ്വന്തമായ വഴി കണ്ടെത്താൻ അയാളെ സഹായിച്ചതിൽ എനിക്കൊരു പങ്കുണ്ട്. അദ്ദേഹം ഇപ്പോൾ തൈക്കുടം ബ്രിഡ്ജിലെ ഒരു പ്രധാന സംഗീതജ്ഞനാണ്. തൈക്കുടം ബ്രിഡ്ജിലാണ് പ്രധാന സംഗീതജ്ഞൻ എന്ന് പറഞ്ഞാൽ അതിൽ ഓരോരുത്തരും പ്രധാനപ്പെട്ടവർ തന്നെയാണ്. അല്ല, നേരത്തെ ഈ തീവ്രവാദത്തിൻ്റെ കാര്യം ഈ ഫിലിം ക്ലബ്ബുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞെങ്കിലും ഇപ്പം കെ വേണു ഉൾപ്പെടെയുള്ള ആൾക്കാരുമായിട്ട് സംസാരിക്കുമ്പോൾ താങ്കളുടെ പേര് എപ്പോഴും പറയാറുണ്ട്, ബേബി അടുപ്പം പുലർത്താറുണ്ട്, വിളിക്കാറുണ്ട്, സംസാരിക്കാറുണ്ട്. ഈ പാർട്ടിയിൽ നിന്നാണ് തീവ്ര വ്യതിയാനത്തിലേക്ക് അല്ലെങ്കിൽ നക്സൽ മൂവ്മെൻറ്റിലേക്ക് ഒരുപാട് പേര് പോയിട്ടുള്ളത്.
എപ്പോഴെങ്കിലും അങ്ങനെ ഒന്ന് ചാഞ്ചാടിയിട്ടുണ്ടോ? ഇല്ല. ഇല്ല. അത് എനിക്ക് സൈദ്ധാന്തികമായ കാര്യങ്ങളിൽ വളരെ വ്യക്തതയുണ്ടായതുകൊണ്ടാണെന്ന് ഞാൻ കരുതുന്നില്ല. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ EMSലെയും അതിനുശേഷമുള്ള ബാക്കി നേതാക്കന്മാരെല്ലാം പലതരം വ്യതിയാനങ്ങൾ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ ചരിത്രത്തിലുണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ലെനിൻ്റെ സഹോദരൻ കുറച്ച് തീവ്രവാദപരമായ പ്രവർത്തനം നടത്തി സാർ ചക്രവർത്തിക്കെതിരായിട്ടുള്ളൊരു ഗൂഢാലോചനയിൽ പങ്കാളിയായെന്ന് പറഞ്ഞിട്ട് തൂക്കിക്കൊലയ്ക്ക് വിധേയനായ ആളാണ്. അപ്പം ഇതൊക്കെ വായിക്കാൻ EMSനെയും NSനെയും പോലുള്ളവർ ഞങ്ങളെ പ്രേരിപ്പിച്ചിട്ടുണ്ട്. അപ്പം ഇത് വായിച്ചിട്ട് തീവ്രവാദപരമായ നിലപാടൊരിക്കലും ചില പ്രത്യേക ചരിത്രഘട്ടങ്ങളിൽ അങ്ങനെ സംഭവിച്ചു എന്ന് വരാം, ഭഗത് സിംഗിനെ പോലുള്ളവർ. പക്ഷേ ഒരിക്കലും ജനാധിപത്യപരമായ സമരപാത ഉപേക്ഷിക്കാൻ പാടില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ജനാധിപത്യ സമരപാതയിലൂടെ തന്നെയാണ് മുന്നോട്ട് പോകേണ്ടത് എന്നുള്ള കാഴ്ചപ്പാട് തന്നെയാണ് എന്നുണ്ടായി. ഇപ്പം നമ്മളൊരു തെരഞ്ഞെടുപ്പിൻ്റെ പടിവാതിൽക്കൽ വെച്ചാണ് സംസാരിക്കുന്നത്. കഴിഞ്ഞ തവണ 19-1 കേരളത്തിലെ ലോക്സഭ കക്ഷി നില. ഇത്തവണ എന്താണ് പ്രതീക്ഷ? ചുരുക്കി പറയാം. 2004 തെരഞ്ഞെടുപ്പ് ഫലത്തിന് സമാനമായ ഫലമായിരിക്കും. ഏറ്റവും ചുരുക്കിയാണ് ഞാൻ പറയുന്നത്. ഇത്തവണ ഉണ്ടാകും. 2024 2024 തമ്മിൽ സംഖ്യാശാസ്ത്രപരമായിട്ട് തന്നെ ഒരു ബന്ധമുണ്ട്. 20 വർഷം മുമ്പുണ്ടായത് അത് കേരളം ഫലത്തിൽ തൂത്തുവാരി ഇടതുപക്ഷം ജനാധിപത്യ പ്രസ്ഥാനം. പക്ഷേ ഡൽഹിയിൽ BJPയെ മാറ്റിയിട്ടൊരു ബദൽ ഗവൺമെൻറ് ഉണ്ടാക്കാൻ ശക്തമായ മൻമോഹൻ സിംഗ് ഗവൺമെൻറ് നിലവിൽ വരുന്നതിന് ഏറ്റവും ശക്തമായ സംഭാവന നൽകിയത് കേരളത്തിൽ നിന്ന് ജയിച്ചു പോയ ഈ ബഹുഭൂരിപക്ഷം മെമ്പർ. ആ സാഹചര്യം ഇപ്പോൾ ഉണ്ടാകുമെന്നാണ് കരുതുന്നത്. പക്ഷേ രാഷ്ട്രീയ അന്തരീക്ഷം അനുകൂലമാണോ? ആ സാഹചര്യം ഉണ്ടാകും. ഇപ്പം ഭയന്ന് പരിഭ്രമിച്ചാണ് നരേന്ദ്രമോദി നീങ്ങുന്നത്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ IAS IPS ഉദ്യോഗസ്ഥനെ മാറ്റണമെങ്കിൽ പോലും ഇലക്ഷൻ കമ്മീഷൻ അനുമതി വേണം. ഇപ്പോൾ മുഖ്യമന്ത്രിമാരെ പിടി ജയിലിടുകയാണ് നരേന്ദ്രമോദി. നരേന്ദ്രമോദിയുടെ പരിഭ്രമമാണത് കാണിക്കുന്നത്. 5 വർഷം മുമ്പാണ് തെരഞ്ഞെടുപ്പിൽ 40% നരേന്ദ്രമോദിക്കും കൂട്ടർക്കും കിട്ടിയത്. 58% BJP എതിർത്തോട്ട് ചെയ്തവരാണ്. പക്ഷെ അത് പല പെട്ടിയിലേക്ക് പോയി. അത് ഒരുമിപ്പിക്കാൻ ഒരു 400 സീറ്റിലെങ്കിലും BJPക്കും കൂട്ടാളികൾക്കുമെതിരായിട്ട് ഒരു സ്ഥാനാർത്ഥി അവതരിപ്പിക്കാൻ കഴിഞ്ഞാൽ നരേന്ദ്രമോദിയും BJPയും താഴെ പോകും. അതിനുള്ള സാധ്യതയുണ്ട്. പക്ഷെ അവർ താഴെ പോകുമ്പോൾ വിലയ്ക്ക് വാങ്ങി MPമാരെ വിലയ്ക്ക് വാങ്ങിച്ച് വീണ്ടും ഗവൺമെൻറ് ഉണ്ടാക്കാൻ നരേന്ദ്രമോദി ശ്രമിക്കും. അതുകൊണ്ട് അങ്ങനെ വിലയ്ക്ക് വാങ്ങപ്പെടുന്നവരെ വിലയ്ക്ക് വാങ്ങപ്പെടാൻ സാധ്യതയുള്ളവരെ നമ്മൾ ഒരിടത്തും തിരഞ്ഞെടുത്ത് അയക്കാൻ പാടില്ല. അതും കേരളത്തിൻ്റെ വോട്ടർമാരുടെ മുമ്പിലുള്ള വളരെ ദുർബലമായി പോയില്ലേ? കോൺഗ്രസ് വളരെ ദുർബലമായെന്ന് ഞാൻ പറയാൻ പാടില്ല. ത്രിപുരയിൽ 2 സീറ്റുള്ളതിൽ 1 സീറ്റ് CPMഉം 1 സീറ്റ് കോൺഗ്രസ് പരസ്പരം സഹായിച്ചുകൊണ്ട് മത്സരിക്കുകയാണ്. പക്ഷേ അവിടെ BJPയുടെ ഭരണത്തിൻ്റെ അർത്ഥഫാസിസ്റ്റ് ഭീകരതയാണ്. വോട്ട് ചെയ്യാൻ ത്രിപുരയിലെ ജനങ്ങളെ അനുവദിക്കുമെന്ന് അറിഞ്ഞുകൂടാ. പക്ഷെ അവിടെ ഇത്തരത്തിൽ പല സ്ഥലത്തും കോൺഗ്രസിനെ BJPക്കെതിരായിട്ടുള്ള സമരത്തിൽ ഉപയോഗിക്കാനാണ് ശ്രമിക്കുന്നത്. പക്ഷേ RSSഉം BJPയും ഹിന്ദു രാഷ്ട്രം പറയുമ്പം നമ്മൾ ഹിന്ദു രാജ്യത്തിന് വേണ്ടിയാണ് നിലകൊള്ളുന്നത് പോലെയുള്ള മഠയത്തരങ്ങൾ രാഹുൽ ഗാന്ധി പറയുന്നുണ്ട്. അപ്പോൾ അത്തരത്തിൽ രാജേഷിൻ്റെ ചോദ്യം ശരിയാണ്. ഐഡിയോളജിക്കലായിട്ട് കോൺഗ്രസ് ദുർബലപ്പെടുന്നുണ്ട്. വർഗീയതയ്ക്കെതിരായിട്ടുള്ള ഉറച്ച നിലപാടെടുക്കുന്നില്ല. സാമ്പത്തിക നയത്തിൻ്റെ കാര്യത്തിൽ BJPയും കോൺഗ്രസും തമ്മിൽ വലിയ വ്യത്യാസമില്ല. എന്നാലും ഫാസിസ്റ്റിക്കായിട്ടുള്ള RSSനെ എതിർക്കാൻ സാധ്യമായ ഇടങ്ങളിൽ കോൺഗ്രസുമായിട്ട് സഹകരിക്കണം. പക്ഷേ കേരളം പോലുള്ള സ്ഥലങ്ങളിൽ ഇടതുപക്ഷത്തിൻ്റെ ഒപ്പം നിന്നുകൊണ്ട് മാത്രമേ RSSനെതിരായിട്ടുള്ള സമരം ശക്തിപ്പെടുത്താൻ പറ്റുള്ളൂ. ഒറ്റ വാക്കിൽ ഉത്തരം പറയാമെന്നൊക്കെ നമ്മൾ സ്കൂളിൽ ചോദിക്കുന്ന പോലെ ആ രീതിയിലല്ലെങ്കിലും ഇപ്പോൾ ഇന്നത്തെ പത്രത്തിൽ വന്ന വാർത്ത റോജർ ഫെഡററുടെ റെക്കോർഡ്, ദീർഘകാലം 1ാം റാങ്കിൽ നിന്ന ഏറ്റവും പ്രായം കൂടിയ ടെന്നീസ് പ്ലെയർ എന്നുള്ള റെക്കോർഡ് ജോക്കോവിച്ച് ആണ് നിൽക്കുന്നത്. എന്താ ഫെഡററെ കുറിച്ച് എന്താ പറയുന്നത്? ഫെഡററെ കുറിച്ച് മാത്രം പറയാൻ പറ്റില്ല. ജോക്കോവിച്ചിനെ കുറിച്ച് ചോദിച്ചു, നദാലിനെ കുറിച്ച് ഒപ്പം പറയേണ്ടി വരും. നമ്മൾ എല്ലാവരും ഒരുപോലെ ഇഷ്ടമാണ്. ഞാൻ പറയാം, നമ്മൾ ജീവിക്കുന്ന കാലഘട്ടത്തിൻ്റെ മഹാഭാഗ്യമാണ് ഇവർ 3 പേരും മാത്രമല്ല, പഴയ ആൾക്കാർ. പിന്നെ മെസ്സി, ക്രിസ്ത്യാനോ റൊണാൾഡോ, എംബപ്പ, നെയ്മർ, ഇവരിൽ ആരെങ്കിലും ഒരാളിൻ്റെ ഭാഗം മാത്രം പിടിച്ച് വാദിക്കുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. പക്ഷേ ഞാൻ ഭാഗം പിടിച്ച് വാദിക്കുന്ന ആളാണ്. ഞാൻ മെസ്സിയുടെ ഭാഗം പിടിച്ച് വാദിക്കുന്ന ആളാണ്. ഞാൻ റോജർ ഫെഡററുടെ ഭാഗം പിടിച്ച് വാദിക്കുന്നതാണ്. പക്ഷേ അത് തെറ്റാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ്. ഇവരെക്കുറിച്ച് രാജേഷ് ചോദിച്ചത് പിന്നെ റോജർ ഫെഡററെ ജോക്കോവിച്ച് മറികടന്നല്ലോ എന്നാണ്. ഇവരുടെ 3 പേരുടെയും വ്യക്തിത്വത്തെയും കേളി ശൈലിയെയും ഇംഗ്ലീഷിലെ ഒരു അക്ഷരത്തിൻ്റെ എക്സ്പാൻഷനിലൂടെ വിശദീകരിക്കാം. ഇപ്പോൾ ഏറ്റവും കൂടുതൽ റെക്കോർഡ് ഇട്ടിട്ടുള്ളത് പിന്നെ നമ്മുടെ ജോക്കോവിക്കാണ്. ജോക്കോവിക്കിനെ വിശേഷിപ്പിക്കാനുള്ള പിയുടെ എക്സ്പാൻഷൻ പെർസിവറൻസ് എന്നാണ്, വിടാപ്പിടി. നഡാലിൻ്റെ കേളി മികവും വ്യക്തിത്വവും അതിന് പിയെ എക്സ്പാൻഡ് ചെയ്യേണ്ടത് പവർ ആണ്,
കരുത്താണ്. അപ്പോൾ റോജർ ഫെഡറർ പൊയട്രിയാണ്, കവിതയാണ്. അപ്പോൾ പൊയട്രിയാണ്, ടെന്നീസ് കോർട്ടിലെ കവിതയാണ്. അപ്പോൾ റെക്കോർഡുകളൊന്നും ഇവിടെ പ്രസക്തമല്ല. കവിതയാണ് മനുഷ്യ സർഗാത്മകതയുടെ ഏറ്റവും മഹത്തായ ആവിഷ്കാരം എന്നുള്ളത് കൊണ്ട് ഞാൻ ആരെല്ലാം എന്തെല്ലാം റെക്കോർഡ് പൊളിച്ചാലും ഞാൻ റോജർ ഫെഡറർക്കൊപ്പമാണ്. അതേസമയം നദാലിൻ്റെയും അതുപോലെ തന്നെ ജോക്കോവിക്കിൻ്റെയും കളിയെ ഇപ്പം പുതിയ കളിക്കാർ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. സിന്നർ ഓസ്ട്രേലിയൻ ഓപ്പൺ ജയിച്ചു. അങ്ങനെ പല എല്ലാവരുടെയും പേര് പറയുന്നുണ്ട്. ഒരു കൂട്ടം പുതിയ കളിക്കാർ വരുന്നുണ്ട്. ഇപ്പോൾ ഓരോ മേഖലയിലും വളരെ ആഴത്തിലടുപ്പമുള്ള സൗഹൃദങ്ങളുണ്ട്. ഇപ്പം കഥയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട എഴുത്തുകാരനെന്ന് ഒരാളിനെ പറയാൻ പറ്റും? കഥയിൽ ഒരാളിൻ്റെ പേര്, മലയാളത്തിൽ കഥ എഴുതിയ ഒറ്റയാളുടെ പേര് പറയണമെന്ന് പറഞ്ഞാൽ ഞാൻ മാധവിക്കുട്ടിയുടെ പേരാണ് പറയുന്നത്. വളരെ കുറച്ച് വാക്കുകൾ മാത്രം ഉപയോഗിച്ചുകൊണ്ട്. അപ്പോൾ ഞാൻ ബഷീറിനെ എന്തുകൊണ്ട് പറഞ്ഞില്ല, ടി പത്മനാഭനെ എന്തുകൊണ്ട് പറഞ്ഞില്ല, MT എന്തുകൊണ്ട് പറഞ്ഞില്ല, മുകുന്ദനെ എന്തുകൊണ്ട് പറഞ്ഞില്ല? പുതിയ തലമുറയിലെ അതിപ്രഗത്ഭരായ എഴുത്തുകാർ പലരുമുണ്ട്. അങ്ങനെ ഒരുപാട് പേരുണ്ട്. പക്ഷെ ഞാൻ മാധവിക്കുട്ടിയെ പറഞ്ഞത് വളരെ കുറഞ്ഞ മലയാളം വാക്കുകൾ തന്നെ മാത്രമേ ഉപയോഗിച്ചുള്ളൂ. പിന്നെ സ്ത്രീയുടെ സർഗപ്രതിഭയെ അംഗീകരിക്കാൻ നമുക്ക് വലിയ മടിയാണ്. നമ്മൾ ലളിതാംബിക അന്തർജനം, സരസ്വതി അമ്മ, ഇങ്ങനെ ആ നോവൽ മേഖലയിൽ അങ്ങനെ പറയാൻ പറ്റുമോ തരംതിരിച്ച്? നോവൽ മേഖലയിലേക്ക് വന്നാൽ എനിക്ക് തോന്നുന്നു ഉറൂബിൻ്റെ സുന്ദരികളും സുന്ദരന്മാരും അത് വലിയൊരു ദർശനമാണ്. നമ്മളെല്ലാം സുന്ദരന്മാരും സുന്ദരികളുമാണെന്നുള്ളൊരു ദർശനമാണ്. അതാണ് ഞാൻ പറയാൻ ഇഷ്ടപ്പെടുന്നത്. യേശുദാസ്, അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഫെഡററുടെയും പിന്നെ മെസ്സിയുടെയും ഒക്കെ കാലത്ത് ജീവിക്കാൻ കഴിഞ്ഞതുപോലെ ദാസേട്ടൻ്റെ പാട്ട് കേൾക്കാൻ കഴിയുന്ന കാലത്ത് നാം ജീവിച്ചു എന്നത് മാത്രമല്ല, ഇപ്പം 1950കളിൽ മരിക്കുന്ന ഒരു ജീവിതമാണ്. ഇപ്പോൾ 80-85 വയസ്സ് നമ്മൾ ജീവിച്ചെങ്കിലും അതിന് മുമ്പ് ജനിച്ച് 55-ലോ 60-ലോ മരിച്ചാൽ ദാസേട്ടൻ്റെ പാട്ട് നമുക്ക് കേൾക്കാൻ കഴിയുമായിരുന്നില്ല. അപ്പോൾ അത് കേൾക്കാൻ കഴിഞ്ഞു എന്നുള്ളത് മാത്രമല്ല, ദാസേട്ടനുമായിട്ടൊരു വ്യക്തിബന്ധം കാസൂക്ഷിക്കാൻ കഴിയുന്നു എന്നുള്ളതും നമ്മുടെ ജീവിതത്തിലെ നമ്മുടെ അനർഹമായ അപൂർവ സൗഭാഗ്യങ്ങളായിട്ട്. മകൻ്റെ വിവാഹത്തിന് മാലയെടുത്ത് കൊടുത്ത് ഉമയാൾപുരവും ദാസേട്ടനുമായിരുന്നു. ഇപ്പം ഈ രാഷ്ട്രീയ ജീവിതത്തിൽ തിരിഞ്ഞു നോക്കുമ്പോൾ റിഗ്രറ്റ് ചെയ്യുന്ന എന്തെങ്കിലും സംഭവമുണ്ട്? കൊല്ലം പാർലമെൻറ്റിൽ മത്സരിച്ച് പ്രേമേന്ദ്രനോട് പരാജയപ്പെട്ടപ്പോൾ ഉണ്ടായ രാഷ്ട്രീയ വിവാദം, അത് കഴിഞ്ഞ് MLA സ്ഥാനം രാജിവെക്കാൻ താല്പര്യം പ്രകടിപ്പിച്ചു എന്ന് വന്ന വാർത്തകൾ, ഇത്തരം കാര്യങ്ങളിൽ എന്തെങ്കിലും ഒരു ഖേദമുണ്ടോ? എന്തെങ്കിലും അല്ല, തിരിഞ്ഞു നോക്കുമ്പോൾ ഖേദം തോന്നാവുന്നൊരു കാര്യം, ഞാൻ നടത്തിയിട്ടുള്ള ഓരോ പ്രവർത്തനവും അതിനേക്കാൾ മെച്ചപ്പെട്ട നിലയിൽ നടത്താൻ ശ്രദ്ധിക്കണമായിരുന്നു എന്നാണ് ഓരോ കാര്യത്തെക്കുറിച്ചും ആലോചിക്കുമ്പോൾ തോന്നാറുള്ളത്. ഇപ്പോൾ കോവിഡ് കാലഘട്ടത്തിൽ വളരെ വലിയൊരു ആരോഗ്യ പ്രതിസന്ധി നേരിടുകയും ഏറെക്കുറെ വളരെ ഒരു ഫേറ്റൽ സ്റ്റേജിലേക്ക് പോകുന്ന ഒരു ഘട്ടം ഉണ്ടായി. ഏതാണ്ട് മരണത്തെ മുഖാമുഖം കണ്ടു എന്ന് തന്നെ പറയാം. അവിടെ ഞാനൊരു വലിയ ബിഗ് സല്യൂട്ട് കൊടുക്കുന്നത് നമ്മുടെ കേരളത്തിൻ്റെ പതിറ്റാണ്ടുകളായി വികസിപ്പിച്ചെടുത്ത ആരോഗ്യ സംരക്ഷണ സംവിധാനം, ഡോക്ടർമാരുടെയും നഴ്സുമാരുടെയും ആരോഗ്യ പ്രവർത്തകരുടെയും സമർപ്പണബോധത്തോടു കൂടിയിട്ടുള്ള പ്രവർത്തനം, അതുകൊണ്ട് മാത്രമാണ് ഞാൻ ജീവിച്ചിരിക്കുന്നത്. ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്നത് എന്താണ് ശരിക്കും? ജീവിതം മുന്നോട്ട് പോകുന്നത്, ജീവിതത്തിന് പിന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ളതൊന്നും മാത്രമല്ല, ഇനിയും നമുക്ക് എന്തെങ്കിലുമൊക്കെ പ്രവർത്തിക്കാൻ കഴിയണം, ഇനി എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ട്, പ്രതീക്ഷയാണ്. അതെ, ഈ ഒരു രാഷ്ട്രീയ ധാരയിൽ അല്ലെ രാഷ്ട്രീയ പ്രവൃത്തിയിൽ വന്നില്ലായിരുന്നെങ്കിൽ വേറൊരു പ്രൊഫഷൻ ഏതായിരുന്നേനെ? രാഷ്ട്രീയ പ്രവർത്തകൻ അല്ല എന്ന് വന്നാൽ പിന്നെ ഞാൻ തിരഞ്ഞെടുക്കുമായിരുന്നത് അധ്യാപക വൃത്തിയാണ്. അതൊരു രാഷ്ട്രീയ പ്രവർത്തനം തന്നെയാണ്, പുതിയ തലമുറയെ പരിശീലിപ്പിക്കലാണ്. സൗഹൃദങ്ങളെ എങ്ങനെയാണ് കാണുന്നത്? കടുത്ത സൗഹൃദങ്ങൾ ആണ് ജീവിതത്തിൻ്റെ വലിയൊരു സൗഭാഗ്യം. സൗഹൃദങ്ങളില്ലെങ്കിൽ നമ്മളില്ല. സാമൂഹ്യ ബന്ധങ്ങളുടെ ഒരു സമുച്ചയമാണ് മനുഷ്യൻ എന്ന് പറയുന്നത് പോലെ സൗഹൃദങ്ങളുടെയും ഒരു സമുച്ചയമാണ് മനുഷ്യൻ. 70-ാം വയസ്സിൽ തിരിഞ്ഞു നോക്കുമ്പോൾ മനസ്സിൽ വരുന്നത് അച്ഛൻ്റെ അമ്മയുടെയും രൂപമാണോ, അതോ? അങ്ങനെ തിരിഞ്ഞു നോക്കുമ്പോൾ എന്ത് രൂപമാണ് വരുന്നത് എന്ന് ചോദിച്ചപ്പോഴാണ് സത്യം പറഞ്ഞാൽ ഞാൻ തിരിഞ്ഞു നോക്കുന്നത്. ഒരുപാട് രൂപങ്ങൾ വരുന്നുണ്ട്, പ്രകടനങ്ങൾ വരുന്നുണ്ട്, പ്രകടനങ്ങളിലെ പങ്കാളിത്തം വരുന്നുണ്ട്. അടിയന്തരാവസ്ഥയ്ക്കെതിരായിട്ട് തിരുവനന്തപുരം നഗരത്തിൽ ഞങ്ങൾ അടിയന്തരാവസ്ഥയുടെ ആദ്യത്തെ 2 അക്ഷരങ്ങളാണ് ഞങ്ങളെ കാത്തിരിക്കുന്നതെന്ന് അറിഞ്ഞുകൊണ്ട് നടത്തിയിട്ടുള്ള പ്രകടനം, ജയിലിൽ കിടന്നത്, ഇതെല്ലാം ഒരുപാട് സ്നേഹബന്ധങ്ങൾ, സൗഹൃദത്തിൻ്റെ ഭാഗമായിട്ടുള്ള ആലിംഗനങ്ങൾ, അങ്ങനെ ഒരുപാട് ഓർമ്മകൾ ഒരു ഗാലറിയിലെ പോലെ, ഒരു ഫോട്ടോ ഗാലറിയിൽ പോലെ മനസ്സിലൂടെ കടന്നു. ഒരുപാട് അവസരങ്ങളും ലഭിച്ചു. ഫിഡൽ കാസ്ട്രോ, ചെഗുവേരയുടെ മകൾ,
അങ്ങനെയുള്ള ബന്ധങ്ങളും ഇപ്പോൾ പാർട്ടി തന്നെ വിദേശ കാര്യ ചുമതലയുണ്ട്. അതും ഒരു വലിയ ഭാഗ്യമായിരുന്നു അല്ലേ? യാദൃച്ഛതകൾ എന്നാണ് അതിന് പറയാൻ കഴിയുക. അപ്പോൾ പിറന്നാൾ ആശംസകൾ. ഇനി മുന്നോട്ട് തന്നെ പോകട്ടെ.